സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യാം. യെസ്, അനുഗ്രഹ, അരുൺ, ആരോ ഒരാൾ മെസ്സേജ് ഉണ്ടാവില്ല. ഓക്കെ ലക്ഷ്മി. ഓക്കെ, ഇന്നിപ്പോ അറിയാലോ കോൺസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ? അതിനു മുന്നേ കഴിഞ്ഞ ടെസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ടെസ്റ്റിൽ എല്ലാവർക്കും എങ്ങനെ മാർക്ക് എങ്ങനെയുണ്ട്? ഇന്ന് എല്ലാവരും റിപ്ലൈ തന്നെ. 21 പേരേ ഉള്ളൂ. 22 പേരുണ്ട്. എല്ലാവരും ഒന്ന് റിപ്ലൈ തന്നെ. എത്ര മാർക്ക് ഉണ്ടെന്ന്. മീഷില്ല. ലക്ഷ്മി 120, 104. കുഴപ്പമില്ല മനീഷ്. ഓക്കെ, CG എല്ലായിരുന്നു. കുറവാണ്, മറന്നു കുറവാണ്. വീട്ടിലില്ലായിരുന്നു. 89. ഓഫ്, കൊറോണയാണ്. മാറിയോ കൊറോണ? ഓക്കെ, വീട്ടിലില്ല. എന്ത് പറ്റി? ആരും വീട്ടിലില്ലല്ലോ. കോളേജ് ഓക്കെ. ഇത് കുഴപ്പമില്ല. കോളേജ് ഓക്കെ. ശരണ്യ ഇംപ്രൂവ് ചെയ്യണം. ശരണ്യ സ്റ്റാർട്ടിംഗ് തൊട്ടേ ഇല്ലേ ക്ലാസ്സിൽ? ഓക്കെ, ശരി. ഇതിലപ്പോ ഓക്കെ, കഴിഞ്ഞ GK എടുത്തവരിൽ GK ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തതിൽ 10 ക്വസ്റ്റൻ ആണല്ലോ ഉണ്ടായത്. അത് 7ന് മുകളിൽ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? 7 മുകളിൽ 7 മുകളിൽ എത്ര പേർക്ക് കിട്ടിയിട്ടുണ്ട്? ഉണ്ട്. ഇത് കിട്ടിയിട്ടുണ്ടാവും തോന്നുന്നു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. നിങ്ങൾ GKയിൽ എങ്ങനെ പെർഫോം ചെയ്തു നിങ്ങളൊന്ന് നോക്കണം. ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം. നിങ്ങൾക്ക് ഇത് എന്തുകൊണ്ട് കിട്ടാത്തതും കൂടി ഒന്ന് പറയണം കേട്ടോ. ഇപ്പൊ കുദ്രേമുഖ് അയൺ ഓർ മൈൻ എവിടെയാണ്? കുദ്രേമുഖ് സൗണ്ട് ക്ലിയർ അല്ല. ഓക്കെ, ഒരു മിനിറ്റ്. സൗണ്ട് എല്ലാവർക്കും പ്രശ്നമുണ്ടോ? എനിക്ക് ചെറിയൊരു ജലദോഷമുണ്ട്, അതിന്റെ ഒരു ഇതുണ്ടാവും. ബാക്കി കുഴപ്പമില്ലാന്ന് വിചാരിക്കാം. ഓക്കെ, യെസ്. കുദ്രേമുഖ് ഞാൻ ഒരു തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കുദ്രേമുഖ് നമ്മൾ ഈ നാഷണൽ പാർക്കൊക്കെ പറയുമ്പോൾ ഈ ഒരു കുദ്രേമുഖ് എന്ന് പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഇതിന്റെ വൈൽഡ് ലൈഫ് സാങ്ച്വറിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേ, അപ്പൊ അങ്ങനെയാണ് കുദ്രേമുഖ്. ഇവിടെ ഒരു വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ആ പേര് മതിയല്ലോ, കുദ്രേമുഖ്. കർണാടകയിലായിരിക്കും അല്ലെ? കർണാടകയിലായിരിക്കും. യെസ്. അപ്പൊ ഇത് കുഴപ്പമില്ല. ഇതായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ 55ാമത്തെ ജ്ഞാനപീഠം അവാർഡ് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞതൊന്നല്ല അല്ലെ? പക്ഷെ എന്താണ്, ആർക്കായിരുന്നു? യെസ്, അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കായിരുന്നു 55ാമത്തെ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയത്. ഇത് അതുകൊണ്ടാട്ടോ, നമ്മളൊരു കേരളക്കാരാവുമ്പോ നമ്മൾ കേരളത്തിന്റെ നാഷണൽ പാർക്ക് പഠിച്ചിട്ടില്ല അല്ലെ?
നമ്മൾ കേരളത്തിന്റെ നാഷണൽ പാർക്ക് പഠിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് പഠിക്കാത്തത്? നമുക്കൊരു കോൺഫിഡൻസ് വേണം അല്ലെ, ഇത് കേരളമാണ്, അത് ആ ഒരു പേര് കണ്ട കേരളാണെന്ന് മനസ്സിലാക്കാൻ പറ്റാനുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് വേണം. അതുപോലെ തന്നെയാണ് കേരളത്തിൽ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എന്തെങ്കിലും കാര്യം കേരളത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ യെസ്, ഇത് നമ്മൾ ഒരിക്കലും പഠിക്കാൻ വേണ്ടി പോകുന്നില്ല, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. വാർത്തയിലൂടെയോ അല്ലെങ്കിൽ ട്രോളിലൂടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോർവേഡ് ആയി കിട്ടിയ വാട്സപ്പ് മെസ്സേജിലൂടെയോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. ഓക്കെ, കഥകളി എ ഫേമസ് ക്ലാസിക്കൽ ഡാൻസ് ബിലോങ്സ് ടു വിച്ച് സ്റ്റേറ്റ് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ അത് പഠിച്ചിരിക്കണം എന്ന് നിർബന്ധമുണ്ടോ? അല്ലെങ്കിൽ മോഹിനിയാട്ടം, ഇതൊക്കെ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യമാണോ? അല്ല അല്ലെ, ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഒരു അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് ഇതുപോലുള്ള അതൊക്കെ പിന്നെയും സ്ട്രാറ്റജിക്കാണെന്ന് നമുക്ക് വിചാരിക്കാം. ഇതല്ല ഞാൻ പറഞ്ഞത്, ഇതുപോലുള്ള നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യങ്ങൾ കേരളത്തിലെ ആൾക്കാരോ അല്ലെങ്കിൽ കേരളത്തിലോ എന്തെങ്കിലും കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നിങ്ങളോട് ആരും പറഞ്ഞു തരാൻ പോകുന്നില്ല. ഓക്കെ, നിങ്ങൾക്കാണ് 2 മാർക്ക് വേണ്ടത്. അപ്പോ നിങ്ങളത് അറിഞ്ഞിരിക്കണം എങ്ങനെയെങ്കിലും. ഓക്കെ, പിന്നെ സൈറ്റോളജി ഏതുമായിട്ട് ബന്ധപ്പെട്ട? സൈറ്റോളജി ഏതുമായിട്ട് ബന്ധപ്പെട്ട? യെസ്, സെല്ലാണ് അല്ലെ, സൈറ്റോളജി സെല്ലാണ്. ഇത് ബയോളജി എടുക്കുന്നത് വരെ കാത്തിരിക്കണ്ട, നിങ്ങൾക്ക് ഈ ചെറിയ ചെറിയ ഓളജികൾ അല്ലെ, യെസ്, ഈ ഓളജികൾ മെല്ലെ മെല്ലെ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. നിങ്ങൾക്ക് ഇതിനൊക്കെ അത്യാവശ്യമാണ്, ഇംഗ്ലീഷിന് ആവശ്യമാണ്, റീസണിങ്ങിന് ആവശ്യമാണ്, GK-ക്കും ആവശ്യമാണ്. ഓക്കെ, 3 ടോപ്പിക്കിന് ആവശ്യമുള്ളതാണ് ഇതുപോലുള്ള പഠനശാഖകൾ അല്ലെങ്കിൽ മാനിയാസ്, ഫോബിയാസ്. ഇതൊക്കെ നിങ്ങളുടെ വൊക്കാബുലറി കൂട്ടുന്ന കാര്യങ്ങളാണ്. റൂട്ട് വേർഡ്സ് പഠിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, സോ സൈറ്റോളജി ഏതിനെ പറ്റിയുള്ള പഠനശാഖയാണ്? സെൽസുമായിട്ട് ബന്ധപ്പെട്ടാണ്, സെൽസ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടന്റ്. Which of the following channels or straits is located between Great Nicobar Island and Indonesia, Sumatra Island? യെസ്, ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് അറിയണ്ട, നിങ്ങൾക്ക് ഇത് അറിയേണ്ട കാര്യമില്ല. ബട്ട് നിങ്ങൾക്ക് 3 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റണം. പാർക്ക് സ്ട്രേറ്റ് ആണോ ആൻസർ? പാർക്ക് സ്ട്രേറ്റ് ആണോ? പാർക്ക് സ്ട്രേറ്റ് ആണോ ആൻസർ? അല്ല അല്ലെ, എന്തുകൊണ്ടാ? പാർക്ക് സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലുള്ളതാണ് അല്ലെ. യെസ്, അതുപോലെ 9 ഡിഗ്രി ചാനൽ, ഗ്രാൻഡ് ചാനൽ നിങ്ങൾ കേട്ടിട്ടേ ഇല്ല. 9 ഡിഗ്രി ചാനൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്. 9 ഡിഗ്രി ചാനൽ ഏതായിരുന്നു എന്ന് പറഞ്ഞേ? 9 ഡിഗ്രി ചാനൽ ഏതായിരുന്നു? നയൻ ഡിഗ്രി ചാനൽ യെസ്, 2 പേരേ ഉള്ളൂ. രണ്ടുപേരെ ക്ലാസ്സിലുള്ളൂ. യെസ്, ഏതൊക്കെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞത്? ഏതൊക്കെയായിരുന്നു? 9, 10, 11 ഉണ്ടോ? 11 ആണോ 8 ആണോ ബാക്കിയുള്ളത്? 8 ആണല്ലേ. 8ഉം 9ഉം 10ഉം അല്ലേ? 11 ഉണ്ടായിരുന്നില്ലല്ലോ, ഷുവർ അല്ലേ? ഉണ്ടായിരുന്നോ സാർ? 8, 9, 11 അല്ലേ? 11 ഉണ്ട് അല്ലെ? 11 ഉണ്ട്. യെസ്, 11 ഉണ്ട്. 8, 9, 10 ഇപ്പുറത്തായിരുന്നു അല്ലെ? 10 ഇവിടെയാണ്. ഞാൻ ഈ ലെഫ്റ്റ് റൈറ്റ് വരയ്ക്കുന്ന ഓർക്കുന്നുണ്ടല്ലോ, ഇത് അറേബ്യൻ സീ ആണ്. ഞാൻ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കുന്നത് അറേബ്യൻ ആണ്. റൈറ്റ് സൈഡിൽ എന്താണ്? ബേ ഓഫ് ബംഗാൾ ആണ് അല്ലെ? ബേ ഓഫ് ബംഗാൾ ആണ്. ഓക്കെ, ഇനി 0 ഡിഗ്രി. അത് കഴിഞ്ഞിട്ട് ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാണ്? 8 ഡിഗ്രി ചാനൽ ആണല്ലേ. 8 ഡിഗ്രി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എത്തുന്നത് 0 ഡിഗ്രി ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമ്മൾ മറന്നു പോയിട്ടുണ്ടോ? ഒന്നുകൂടി പറയാം, കുഴപ്പമൊന്നുമില്ല, മറന്നു പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. 0 ഡിഗ്രിയാണ്. നമ്മൾ അത് കഴിഞ്ഞ് നമ്പേഴ്സിൽ ആദ്യം എത്തുന്നത് ഏതാണ്? ഇക്വേറ്റർ കഴിഞ്ഞിട്ട് ആദ്യം എത്തുന്നത് 8 ഡിഗ്രി ചാനലാണ് അല്ലെ? 8 ഡിഗ്രി ചാനലാണ്. യെസ്,
ഇപ്പൊ 8 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത് ഏതാണ്? നമ്മൾ ഇവിടെ മാൽഡൈവ്സ് ഉണ്ട് എന്ന് പറഞ്ഞല്ലേ, മാൽഡൈവ്സ് എവിടെയാണ്? അറേബ്യൻ സീന്റെ പാർട്ടാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതും മാൽഡൈവ്സും നമ്മുടെ അവസാനത്തെ ആയിട്ടുള്ള ലക്ഷദ്വീപിന്റെ ഏറ്റവും താഴെയുള്ള മിനിക്കോയിയെയും വേർതിരിക്കുന്ന ചാനലാണ് 8 ഡിഗ്രി ചാനൽ അല്ലെ. 8 ഡിഗ്രി ചാനൽ അതല്ലേ? അല്ലെ 8 ഡിഗ്രി ചാനൽ അതല്ലേ? യെസ്. ഇനി 9 ഡിഗ്രി തൊട്ട് മുകളിലായിരിക്കുമല്ലോ 9 ഡിഗ്രി ഏതൊക്കെയാ? 9 ഡിഗ്രി മിനിക്കോയ് ഇവിടെയുണ്ട്, മിനിക്കോയ് ആൻഡ് റെസ്റ്റ് ഓഫ് ദ ലക്ഷദ്വീപ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. യെസ്, മിനിക്കോയെയും റെസ്റ്റ് ഓഫ് ദ ലക്ഷദ്വീപിനെയും വേർതിരിക്കുന്നതാണ് ഏത്? 9 ഡിഗ്രി ചാനൽ. യെസ്, 9 ഡിഗ്രി ചാനൽ. ഇനി നമ്മൾ ഈ ടോട്ടൽ എടുക്കുവാണെങ്കിൽ, ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ടോട്ടൽ എടുക്കുവാണെങ്കിൽ അതിനെ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ കറക്റ്റ് പാതിയാക്കി മുറിക്കുന്ന ചാനലാണ് ഏത്? 11 ഡിഗ്രി ചാനൽ. 11 ഡിഗ്രി ചാനൽ. ഓക്കെ, ഇത്രയും ഒക്കെ ആണല്ലോ. 10 ഡിഗ്രി അപ്പുറത്തല്ലേ? 10 ഡിഗ്രി ചാനൽ അപ്പുറത്തല്ലേ? അല്ലേ? 10 ഡിഗ്രി അപ്പുറത്തല്ലേ? ഏതൊക്കെയാണ് 10 ഡിഗ്രി? ഇനിയിപ്പോ പറയാലോ. അൻഡമാനും നിക്കോബാറും തമ്മിലുള്ളതാണ് അല്ലെ. അൻഡമാനും നിക്കോബാറും തമ്മിലുള്ളതാണ് 10 ഡിഗ്രി ചാനൽ അല്ലേ. യെസ്. അപ്പൊ ഇത്രയും കാര്യം ഒന്ന് ഓർക്കണം. എയ്റ്റ്, 9, 11, 10. ഓക്കെ, റിപ്പീറ്റ് ചെയ്യാം. 10 ഡിഗ്രി ഏതായിരുന്നു എന്ന് പറഞ്ഞത് മാറിയോ? 10 ഡിഗ്രി ഇല്ലല്ലോ. 10 ഡിഗ്രി മാറിയില്ലല്ലോ മഞ്ജുഷ. 10 ഡിഗ്രി അൻഡമാൻ ആൻഡ് നിക്കോബാർ അല്ലേ? അത് തന്നെയല്ലേ? ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. 0 ഡിഗ്രി, അതിനുശേഷം വരുന്ന ആദ്യത്തേത് 8 ഡിഗ്രി ആണ്. 8 ഡിഗ്രി എന്ന് പറയുന്നത് മാൽഡൈവ്സിനെയും മിനിക്കോയെയും സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഇനി മിനിക്കോയിനെ റെസ്റ്റ് ഓഫ് ദ ലക്ഷദ്വീപിൽ നിന്നും സെപ്പറേറ്റ് ചെയ്യുന്നതാണ് 9 ഡിഗ്രി ചാനൽ. മിനിക്കോയ് ആൻഡ് റെസ്റ്റ് ഓഫ് ദ ലക്ഷദ്വീപ്. ഇനി ടോട്ടൽ എടുക്കുവാണെങ്കിൽ ടോട്ടൽ ലക്ഷദ്വീപിനെ പാതിയിൽ മുറിക്കണ ഒരു പാസേജ് ഉണ്ടെങ്കിൽ അത് ഏതാണ്? 11 ഡിഗ്രി ആണ്. ഓക്കെ, 11 ഡിഗ്രി ആണ്. അപ്പൊ 8, 9, 11 ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. റൈറ്റ് സൈഡിൽ അൻഡമാനിലുള്ളതാണ് 10 ഡിഗ്രി. അൻഡമാൻ ആൻഡ് നിക്കോബാറിനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ബാക്കി ക്വസ്റ്റ്യൻ. അപ്പൊ ഇതില് നമുക്ക് ഇനി ഗ്രാൻഡ് ആണല്ലോ അറിയാത്തത്. അപ്പൊ ഗ്രാൻഡ് വേറെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടായിരുന്നു? 9 പാർക്ക് സ്റ്റേറ്റ് 10 ഡിഗ്രി ആണ്. ഗ്രാൻഡ് ചാനലായിരിക്കും. അപ്പൊ അത് നോക്കി വെക്കണേ. അത് പഠിച്ചു വെക്കണം. ഇനി അത് അറിയാതിരിക്കാൻ പാടില്ല. ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനെയും ഇന്തോനേഷ്യയുടെ സുമാത്ര ഐലൻഡിനെയും ഡിവൈഡ് ചെയ്യുന്നതാണ് ഏത്? ഗ്രാൻഡ് ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധി ഇർവിൻ പാക്ട്. ഔട്ട്കം ഓഫ് ദ ഗാന്ധി ഇർവിൻ പാക്ട് എന്തായിരുന്നു? യെസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് എൻഡ് ചെയ്തു അല്ലെ? അങ്ങനെയല്ലേ അത്? അല്ലെ? അതിൽ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അപ്പൊ അതിലും കൺഫ്യൂഷൻ ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അടുത്തതൊരു യോജനയാണ് അല്ലെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവൺമെന്റ് സ്കീംസ് വാസ് ലോഞ്ച്ഡ് വിത്ത് ദ ഒബ്ജക്റ്റീവ് ഓഫ് അച്ചീവിംഗ് ഇൻക്ലൂസീവ് ഗ്രോത്ത് ബൈ ഡെവലപ്പിംഗ് ദ സ്കിൽസ് ഓഫ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് ദ റൂറൽ യൂത്ത് ഫ്രോം പൂർ ഫാമിലീസ്? ഓക്കെ, എന്തായത്? യെസ്, സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അല്ലെ. ഒരു ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാമാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഇത് നിങ്ങളുടെ നാട്ടിലൊക്കെ നിങ്ങൾ ഏതെങ്കിലും ITIസിലൊക്കെ അല്ലെങ്കിൽ പോളിയിലൊക്കെ പോളിടെക്നിക് കോളേജിലൊക്കെ ചെറിയ ഗവൺമെന്റിന്റെ ഒരു ഇതാണ് ചെറിയ സ്കിൽസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഇത് പഠിക്കുന്ന കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ഒരു ടീഷർട്ട് ഒക്കെ ഉണ്ട്. അവരുടെ യൂണിഫോം അതാണ്, ഒരു ടീഷർട്ടാണ്. പുറകെ ഇങ്ങനെ DDU
ഒരു വയലറ്റ് കോളറൊക്കെ ആയിട്ടുള്ള DDU GK എഴുതിയിട്ടുള്ള ഒരു ടീഷർട്ട് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ ടൗണിലൊക്കെ പോകുമ്പോൾ കാണും. ഒരുവിധം ഇത് എല്ലാ ടൗണിലും ഉള്ളതാണ്. നമ്മുടെ യൂത്തിനെ കുറച്ച് സ്കിൽഫുൾ ആയിട്ടുള്ള കുറച്ച് ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടർ മെയിൻ്റനൻസ് അതുപോലുള്ള, പിന്നെ സിവിലിന്റെ എന്തെങ്കിലും കോഴ്സസ്, മെക്കാനിക്കൽ എന്തെങ്കിലും കോഴ്സസ് ഒക്കെ ചെറിയ ഷോർട്ട് ഡ്യൂറേഷനിൽ പഠിപ്പിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ പദ്ധതിയാണിത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് കണ്ടിട്ടുണ്ടോ? DDU GKയുടെ സ്റ്റുഡൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വയലറ്റ് എവിടെയെങ്കിലും നിങ്ങൾ കാണും. യെസ്, ഒരു വയലറ്റ് കോളറുള്ള ഇതും ഒരു ഗ്രേ ടീഷർട്ടുമാണ്. യെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ കുറച്ച് ടഫ് ആയിട്ടുള്ളത്, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി ഗോൾഡ് ലയൺ പെസന്റ് ഹോൾഡിംഗ് എ സോർഡ് ഇൻ ഇറ്റ്സ് റൈറ്റ് ഫോർപോ ഇറ്റ്സ് എ നാഷണൽ സിംബൽ ഓഫ്. എന്താ ഇതെന്താ സാധനം? എന്താ? ഒരു സിംഹം അല്ലെ, ഒരു സിംഹം ഒരു വാളെടുത്ത് നിൽക്കുന്നത് ഏതിന്റെയാണ്? ശ്രീലങ്കേന്റെ ആണ് അല്ലെ, ശ്രീലങ്കേന്റെ ആണ്. കണ്ടിട്ടില്ലേ? ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ നമ്മൾ ആദ്യം നമ്മൾ കാണിക്കുന്നത് നമ്മുടേത് എന്തായിരിക്കും? നമ്മുടേത് അശോക സ്തംഭാണ് അല്ലെ? നമ്മൾ ഇത് കണ്ടിട്ടുണ്ടോ? ഇത് സിംഹം എന്ന് പറയുന്നത് ഇതിൽ കൺഫ്യൂഷൻ ആവാൻ പാകിസ്ഥാൻ അല്ലാന്നറിയാം, മ്യാൻമർ അല്ലാന്നറിയാം. ഭൂട്ടാൻ ചെറിയൊരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, പക്ഷെ ഭൂട്ടാൻ അല്ല അല്ലെ. ഭൂട്ടാന്റെ എന്താണ്? ഡ്രാഗൺ ആണ് അല്ലെ. ഭൂട്ടാന്റെ ഒരു ഡ്രാഗൺ അല്ലേ? യെസ്. പക്ഷെ ആ ഡ്രാഗണും ഞാൻ ഈ പറഞ്ഞ സിംഹവും ഒരുപോലെയാണ് അല്ലെ, കാണാൻ ഒരുപോലെയാണ് അല്ലെ. അതിന്റെ ഒരു പൊസിഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നോക്കിയേ ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഞാൻ ഡയറക്റ്റ് എവിടെ നിന്ന് എടുത്ത് CHS എടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മളിപ്പോ ഒരു പണ്ടത്തെ പോലെ നമ്മൾ വെറുതെ കാര്യങ്ങൾ പഠിക്കുന്നില്ല, കുറച്ചുകൂടെ നമ്മുടെ ഈ നിരീക്ഷണം, നമ്മളെ ഒബ്സർവേഷൻ സ്കില്ലും കൂടി നോക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് CHSL വരുന്നത്. യെസ്, ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ. നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചതല്ലേ, എക്സ്ട്രാ ഒന്നും പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ട് പഠിച്ചതല്ലേ. K3 കോപ്പർ ബെൽറ്റ് എവിടെയാണ്? K3 കോപ്പർ ബെൽറ്റ് എവിടെയാണ്? രാജസ്ഥാനിലാണ് അല്ലെ. ഇത് അങ്ങനെ തന്നെ പഠിച്ചതാണ്, ക്ലാസ്സിൽ അങ്ങനെ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഖാൽസ നമ്മൾ ഏറ്റവും അവസാനം പഠിച്ചതാണ് അല്ലെ. ഖാൽസ സിഖുകാരെ ഒരു വാരിയർ ക്ലാസ് ആക്കി മാറ്റിയത്. ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ് ആണോ? ഗുരു അർജുൻ ദേവ് ആണോ? ഗുരു തേജ് ബഹദൂർ ആണോ? ഗുരു നാനാക്ക് ആണോ? ഗുരു നാനാക്ക് ആരാണ്? ഗുരു ഗോവിന്ദ് സിംഗ് ആണ് അല്ലെ. ഗുരു ഗോവിന്ദ് സിംഗ് ആണ്. യെസ്, ഗുരു ഗോവിന്ദ് സിംഗ് എന്തിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്? അതൊന്നുകൂടെ പറഞ്ഞേ, നമുക്കൊന്ന്, പിന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് പോവില്ല. ഗുരു ഗോവിന്ദ് സിംഗ് എന്തിനായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തത്? അതിനു മുന്നേ 2 സിഖ് ഗുരുമാരാണ് അല്ലെ കൊല്ലപ്പെട്ടത് അല്ലെങ്കിൽ വധിക്കപ്പെട്ടത്. യെസ്, ആരൊക്കെയായിരുന്നു അത്? ആരൊക്കെയായിരുന്നു ആ 2 സിഖ് ഗുരുമാർ? ആരൊക്കെയായിരുന്നു? ഒന്ന് അർജുൻ ദേവ് ആണ് അല്ലെ. എന്തിനാ അർജുൻ ദേവിനെ കൊന്നു കളഞ്ഞത്? അർജുൻ ദേവിനെ ആരാ കൊന്നത്? പെട്ടെന്ന് 10 മിനിറ്റ് കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. യെസ്, ജഹാംഗീർ ആണല്ലേ കൊന്നത്. ജഹാംഗീർ ആണ് കൊന്നത്. എന്തിനാ ജഹാംഗീർ കൊന്നത്? യെസ്, റബലിയസ് സണ്ണായിട്ടുള്ള ആർക്കായിരുന്നു? യെസ്, ഖുസ്രോന് ഇത് കൊടുത്തിട്ടാണല്ലേ, ബ്ലസ്സിംഗ് കൊടുത്തതിന്റെ പേരിലാണ്. ആര് കൊല്ലുന്നത്? ഖുസ്രു ആണ്. ഖുറത്തിനല്ല, ഖുസ്രോക്കാണ് അല്ലേ. യെസ്, ഇത് കൊടുത്തതിന്റെ പേരിലാണ് അർജുൻ ദേവിനെ ജഹാംഗീർ കൊല്ലുന്നത്. ഓക്കെ, അതവിടെ കഴിഞ്ഞു. പിന്നെ ഗുരു തേജ് ബഹദൂറിനെ ആരാണ് കൊല്ലുന്നത്? നെക്സ്റ്റ് കൊല്ലപ്പെടുന്നതാണ് ഗുരു തേജ് ബഹദൂർ. എന്താ കൊല്ലുന്നേ? യെസ്, മതം മാറാൻ വേണ്ടി പറഞ്ഞു അല്ലെ. യെസ്, ഇസ്ലാം സ്വീകരിക്കാൻ പറഞ്ഞു. ഇയാളെ അംഗീകരിച്ചില്ല, അതുകൊണ്ട് ഇയാളെ കൊന്നുകളഞ്ഞു. ഔറംഗസേബ് കൊന്നുകളഞ്ഞു. ഇയാളെ ഔറംഗസേബാണ് കൊല്ലുന്നത്. ഓക്കെ, അപ്പൊ ഈ 2 പേരാണ്. അപ്പൊ ഇങ്ങനെ റിലീജിയസ് ആയിട്ട് ഒരുപാട് ഇങ്ങനെ മൈനോറിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സിഖുകാർ ഇങ്ങനെ പേടിക്കുകയും സിഖുകാർക്ക് ഇങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തു. അപ്പൊ അവരെന്ത് ചെയ്തു? യെസ്, അവര് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വാരിയർ ക്ലാസ് ഇയാളുടെ മകനായിട്ടുള്ള ഗോവിന്ദ് സിംഗ് ആണ് ഫോം ചെയ്തത്. ഗുരു ഗോവിന്ദ് സിംഗ്.
ഇപ്പം ഇതും എളുപ്പമായിരുന്നില്ലേ? ഇതും അവസാനം നമ്മൾ പഠിച്ചതല്ലേ, ഒരുപാട് മുന്നേ പഠിച്ചതൊന്നുമല്ലല്ലോ. പെസന്റ് മൂവ്മെന്റ് ഇൻ ബർദോളി എപ്പോഴാണ്? പെസന്റ് മൂവ്മെന്റ് ഇൻ ബർദോളി, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പെസന്റ് മൂവ്മെന്റ് എപ്പോഴായിരുന്നു? എപ്പോഴായിരുന്നു? ആയിരത്തി 1928. ഓക്കെ, വിനായക് എത്ര മാർക്ക് ഉണ്ടാ? 1928. വിനായക് ഇപ്പോഴല്ലേ വന്ന്? ജി കെക്ക് എത്ര മാർക്ക് ഉണ്ട്? ജി കെ എത്ര ക്വസ്റ്റ്യൻ? ജി കെ ഇന്നലെ കുറച്ച് ബാക്കി കുറച്ച് ചെയ്യാൻ പറ്റിയില്ല. അറിയാവുന്നതെല്ലാം ചെയ്തു സാർ, പഠിപ്പിച്ചെല്ലാം ചെയ്തു. അപ്പൊ ഇത് നിങ്ങൾ നോക്കിയാ, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റിനെ ഇതിൽ അറിയാതിരിക്കാൻ പാടുള്ളൂ. ശരിക്കും നോക്കുവാണെങ്കിൽ ഒരു ക്വസ്റ്റിനെ അറിയാതിരിക്കാൻ പാടുള്ളൂ. DDU GK വൈയുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, DDU GK വൈയുടെ ക്വസ്റ്റ്യൻ. അതൊഴികെ ബാക്കിയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. പിന്നെ വേണമെങ്കിൽ ആ സൈറ്റോളജി കൂടി കൂട്ടിക്കോ. 2 ക്വസ്റ്റ്യൻ സൈറ്റോളജി. അത് കൂട്ടാനൊന്നും പറ്റില്ല, എന്നാലും 2 ക്വസ്റ്റ്യൻ. ബാക്കി 8 നിങ്ങൾ ശരിയാക്കിയിരിക്കണം കേട്ടോ. 8. ഇത് ആക്ച്വൽ ഈ 2020 CHSL ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ട് കുറച്ച് സമയം പോയി. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ഇത്തവണ ക്വസ്റ്റ്യൻസ് കുറവായിരുന്നു. എന്നാലും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല, എന്താ പറയാ, കുറച്ചുകൂടി ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യാപ്പോ. അപ്പൊ എന്താ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താ കോൺസ്റ്റിറ്റ്യൂഷൻ? നിങ്ങൾക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറ. സ്റ്റാർട്ട് ചെയ്യാം. ലോസ്, യെസ്. റിട്ടൺ ഡോക്യുമെന്റ്, സെറ്റ് ഓഫ് ലോസ്, ഭരണഘടന, ഫണ്ടമെന്റൽ ലോ. യെസ്. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താ പറയാ, നമ്മളൊരു രാജ്യം നിലനിന്ന് പോകുന്ന ഒരു രാജ്യം എങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് അതിനു വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ തയ്യാറാക്കിയിരിക്കുന്ന ചില നിയമങ്ങളാണ് അല്ലെ. ആ നിയമങ്ങളുടെ സംഹിതയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. എന്താണ് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളൊരു സമൂഹം എന്ന നിലയിൽ ഒരു മനുഷ്യൻ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ വഴി ഉദ്ദേശിക്കുന്നത് അല്ലെ. ചില നിയമങ്ങൾ ഉണ്ടാവും അല്ലെ. യെസ്, നമ്മളിപ്പോ ഏതൊരു ജീവിനെ പിടിച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാ അത്? യെസ്, എന്തുകൊണ്ടാ? നമുക്ക് ഒരു മാനിനെ പിടിച്ച് കറി വെച്ച് കഴിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. യെസ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളൊക്കെ നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സുഗമമായിട്ട് നമ്മളെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലെ. ഇതൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? യെസ്, നമ്മൾ എന്താ പറയണ്ട, ഒരു കാട്ടാളന്മാരുടെ ഒരു കൂട്ടായിരിക്കും അല്ലെ നമ്മള് അല്ലെ. നിയമം ഇല്ലെങ്കിൽ അങ്ങനെയല്ലേ, നമ്മളൊരു കൂട്ടം കാട്ടാളന്മാരുടെ കൂട്ടായിരിക്കും അല്ലെ. യെസ്, അനാർക്കി ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു ഘടന ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളുടെ ആ ഒരു എന്താ പറയണ്ടേ, അതിന്റെ ഒരു സംഹിതയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ കോൺസ്റ്റിറ്റ്യൂഷന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണമെന്ന് ഇല്ല അല്ലെ. നമുക്ക് എന്താണെന്ന് അറിയാം. കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ നമ്മൾ ഇപ്പൊ കുറച്ചുകൂടെ എല്ലാത്തിലും കേട്ടിട്ടുണ്ട്. നിയമങ്ങളും കോൺസ്റ്റിറ്റ്യൂഷനും എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എല്ലാത്തിന്റെയും മുകളിൽ എന്തുകൊണ്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് അല്ലെ. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന അതിന്റെ ലംഘനം അത്ര ഇമ്പോർട്ടന്റ് ആണ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടപഴകുന്നവരായതുകൊണ്ട് നിങ്ങൾ ഇതിന്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് എന്തായാലും അറിയായിരിക്കും. അപ്പൊ ഞാനിപ്പോ ഇതിന്റെ കൂടുതൽ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. ഞാനിപ്പോ പറയുന്നത് ഇത് നമ്മൾ എങ്ങനെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടോപ്പിക് ക്രാക്ക് ചെയ്യും. ഓക്കെ, ഞാൻ ഒന്ന് രണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഇതിനെപ്പറ്റി കുറച്ച് കഥകൾ പിന്നീട് പറയാം. അതിനു മുന്നേ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഇതല്ലാതെ എന്തെങ്കിലും നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാം പേപ്പറിലോ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറയണം കേട്ടോ. ഞാൻ അതുകൂടി ഇതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ആദ്യമായിട്ടുള്ളത് ഒന്ന് ആർട്ടിക്കിൾസ്. പാർട്സ് ആൻഡ് ഷെഡ്യൂൾസ്. amendments, part schedules, amendments, Indian Parliament. Yes. ഇതല്ലാതെ എന്തെങ്കിലും ചോദിച്ചിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതല്ലാതെ ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ടോപ്പിക്കിൽ മോഷൻസ് എന്ന് പറയുന്നത് ഇത് പാർലമെന്റിൽ നമുക്ക് പാർലമെന്റിന്റെ കാര്യങ്ങളൊക്കെ പാർലമെന്റ് എങ്ങനെയാണ് ഇത് അതിൽ പെടുത്തിക്കൂടെ? മോഷൻസ് നിഷ് അതല്ല ഉദ്ദേശിച്ച്. ഓക്കെ. പാർലമെന്റിൽ വരുന്ന കാര്യങ്ങൾ എമർജൻസി ആർട്ടിക്കിൾസിൽ വരാം. അപ്പോയിന്റ്മെന്റ് വൈസ് പ്രസിഡന്റ് അപ്പോയിന്റ്മെന്റ്സ് അത് പാർട്സിലോ അല്ലെങ്കിൽ ഷെഡ്യൂൾസിലോ നമുക്ക് പെടുത്താൻ വേണ്ടി പറ്റും. യെസ്. അപ്പൊ ഇത്രയാണല്ലേ. നിങ്ങൾക്ക് ചെറിയ ടോപ്പിക്ക് ഒക്കെ നിങ്ങൾക്ക് അറിയാലേ. എമർജൻസി ഏതാണ്, എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിൾസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ എമർജൻസിയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് അത്ര ഡീപ്പായിട്ട് ചോദിക്കില്ല എന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ചോദിക്കാറുണ്ട്. ശരിയാണ്. അപ്പോയിന്റ്മെന്റ്സ്, പിന്നെ അവരുടെ സാലറി, പിന്നെ അവരുടെ കാലയളവ്, ഏത് വയസ്സിലാവാം, ഏത് വയസ്സിൽ അവർ പിരിയണം, റിട്ടയർ ചെയ്യണം, ഇതൊക്കെയുള്ള കാര്യങ്ങൾ അല്ലേ. യെസ്. എനിവേ യെസ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ്. ഇതിന്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഈ ടോപ്പിക്ക് എക്സാമിൽ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യം, നമ്മൾ അത് അത്രയും പെട്ടെന്ന് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത് ആർട്ടിക്കിൾസ്, പാർട്സ്, പിന്നെ അതിന്റെ ഷെഡ്യൂൾസ്, പിന്നെ കുറച്ച് അമെന്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്ക് അറിയില്ലേ? അമെന്റ്മെന്റുകൾ എന്താണെന്ന് അറിയില്ലേ? ഭേദഗതികൾ വേണം അല്ലെ. ഭേദഗതികളാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭേദഗതികളാണ് മോഡിഫൈ ചെയ്യുന്നത്. ചേഞ്ചസ്, അമെന്റ്മെന്റ്സ്, അഡീഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്സൊലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നത്, ഇതൊക്കെ പോലെ. പിന്നെ ഇതിൽ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ഒക്കെ വരും കേട്ടോ. നമ്മളിപ്പോ പറഞ്ഞ അപ്പോയിന്റ്മെന്റ്സ് വരും, എല്ലാ കാര്യങ്ങളും വരുന്നത് പാർലമെന്റ് അല്ലെങ്കിൽ പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള അപ്പോയിന്റ്മെന്റുകൾ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ. ഒരു ഐഡിയ കിട്ടിയില്ലേ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഇനി ആർട്ടിക്കിൾസ് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താ ആർട്ടിക്കിൾസ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താണ് പാർട്സ്, എന്താണ് ഷെഡ്യൂൾസ് എന്ന് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? യെസ്. അപ്പൊ ഞാനിവിടെ വലിയൊരു സാധനം ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് നമ്മൾ പഠിക്കാനല്ല കേട്ടോ, ഞാനിത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് അതിന്റെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സാധനം കാണാൻ വേണ്ടിയിട്ടാണ്. പുതിയ എഡിഷൻ ആണെന്ന് എനിക്ക് ഉറപ്പില്ല. 2019 ഫസ്റ്റ് ഏപ്രിൽ 2019 അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പൊ ഇതാണ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് നമുക്ക് PDF ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. PDF ഇത് നോക്കിയേ, എന്തൊക്കെയാണ് ഇതിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാ ഉള്ളത് നോക്കിയിട്ട് പറഞ്ഞേ. ഇതിന്റെ കണ്ടന്റ്സ് മാത്രം ഇപ്പൊ നോക്കിയേ, കാണാൻ പറ്റുന്നില്ലേ? യെസ്. ആദ്യമുള്ളത് പ്രിയാമ്പിൾ ആണ് അല്ലെ. പ്രിയാമ്പിൾ നമ്മളിതിന്റെ ആമുഖം എന്നൊക്കെ പറയുന്നത് പോലെ അതാണ് ഈ പ്രിയാമ്പിൾ. യെസ്. പ്രിയാമ്പിൾ. ഓക്കെ. പ്രിയാമ്പിൾ. അപ്പൊ ഇതിന്റെ എല്ലാ എനിക്കറിയാം നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ ഉണ്ട്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. ഞാൻ ഇതിന്റെ റഫ് ഐഡിയയിൽ തൊട്ട് തുടങ്ങുവാണ്. അപ്പൊ ഇനി വരുന്നത് പാർട്ട് 1, പാർട്ട് 2 ആണ്. പാർട്സ് ഒരുപാടുണ്ട്. പാർട്ട് 1 വരുന്നത് ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി എന്നുള്ള കാര്യങ്ങളാണ്. ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി. അതിൽ വരുന്നത് ആർട്ടിക്കിൾ 1 വരുന്നത് നെയിം ആണ് അല്ലെ. നെയിം. പിന്നെ എങ്ങനെയാണിത് പുതിയ സ്റ്റേറ്റുകളുടെ കാര്യങ്ങളൊക്കെ
എങ്ങനെയാണ് പുതിയ സ്റ്റേറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാർട്ട് 2 വരുന്നത്, ഞാനിപ്പോ ഇതൊന്നും സ്റ്റാർട്ട് ചെയ്യുന്നില്ല, ഞാൻ ഇത് വെറുതെ ഒന്ന് പറയാണ്. പാർട്ട് 2 സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇതുപോലെ നമ്മൾ ടോട്ടലി ഉള്ള ആർട്ടിക്കിൾസ്, ഇത് ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു നിയമം ഉണ്ടാവും അല്ലെ. ഞാനൊരു നിയമം ഉണ്ടാക്കി, അതിന് 1 നമ്പർ കൊടുത്തു, 2 നമ്പർ കൊടുത്തു, ഇങ്ങനെ പോവാണ്. 10-300 എണ്ണം ഉണ്ട്. ഓക്കെ, 10-300 എണ്ണം ഉണ്ട്. പക്ഷെ നോക്കുമ്പോഴെന്താണ്, 1ഉം 2ഉം 3 ഒക്കെ ഒരേ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഏതാണ് മേഖല? ആർട്ടിക്കിൾ 4 വരെ ഒരേ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഏതാണ്? ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ് അല്ലെ, അല്ലെ. ആർട്ടിക്കിൾ 1 to 4 ദ യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറി ആണ്. ഞാൻ ഓരോ നിയമം ഉണ്ടാക്കി പോവാണ്, ഞാനല്ല, അംബേദ്കർ ഉണ്ടാക്കിയ കാര്യമാണ്, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടാക്കിയ കാര്യമാണ്. അപ്പൊ അവര് 1 to 4 നോക്കുമ്പോൾ എന്താണ്, ഒരേ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഒരേ സംഭവമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അപ്പൊ അതിന് അവരൊരു പാർട്ട് 1 കൊടുത്തു. പിന്നെ അതിനുശേഷമാണ് ഓരോ ഇത് വരുന്നത്, ഓരോ പാർട്ട് ഉണ്ടാക്കിയത്. സെയിം ഏത് കാര്യത്തിനെ പറ്റിയിട്ടാണോ പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ള ആർട്ടിക്കിൾസ് ആണെങ്കിൽ അതൊക്കെ ഓരോ പാർട്ടിൽ ആഡ് ചെയ്തു. ഓക്കെ, അതൊക്കെ ഓരോ പാർട്ടിൽ ആഡ് ചെയ്തു. അപ്പൊ ഇതാണ് ഇത്ര പാർട്ടുണ്ട് ഒക്കെ ഞാൻ പറയാം. ഇനി ഇതിന് ശേഷം നമ്മൾ കുറച്ച് ഷെഡ്യൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഷെഡ്യൂൾസ് നോക്കിയേ, ഇതൊക്കെ അവസാനമുള്ള കേട്ടോ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അവസാനത്തെ പാർട്ടിലാണ് ഈ ഷെഡ്യൂളുകൾ ഉള്ളത്. ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ സാധാരണ ഒരു ടെക്സ്റ്റ് ബുക്കിൽ എടുത്താൽ അതിന്റെ ഒരു അപ്പൻഡിക്സ് പോലെ കുറച്ച് കാര്യങ്ങൾ കൊടുക്കും അല്ലെ. ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് അപ്പൻഡിക്സ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ കൊടുക്കാറില്ലേ, നമ്മുടെ സിലബസിന് പുറത്തുള്ള കാര്യങ്ങൾ കുറച്ച് കൊടുക്കാറില്ലേ. യെസ്, അങ്ങനെ കൊടുത്തിരിക്കുന്ന സാധനമാണ് ഈ ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഷെഡ്യൂൾ അതിലെന്താണ് പറയുന്നത്, സ്റ്റേറ്റും യൂണിയൻ ടെറിട്ടറി, സൗണ്ട് പോയല്ലോ, ഒരു മിനിറ്റ്. സോറി, സൗണ്ട് ചെറിയ പ്രശ്നം വെക്കുക. ഇപ്പൊ ഷെഡ്യൂൾ എന്തായിരുന്നു, നമ്മൾ ഈ അവസാനം നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുവാണെങ്കിൽ ഇതിന്റെ അവസാനത്തോടുള്ള ഇതിന്റെ ഒരു അപ്പൻഡിക്സ് പോലെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഷെഡ്യൂളിലുള്ളത്. ഇതിൽ ഫസ്റ്റത്തേതിലുള്ളത് സ്റ്റേറ്റുകളുടെ കാര്യങ്ങളും പിന്നെ യൂണിയൻ ടെറിട്ടറീസിന്റെ കാര്യങ്ങളാണ്. സെക്കൻഡിലാണ് നമ്മൾ ഈ നമ്മുടെ എക്സിക്യൂട്ടീവ് കാര്യങ്ങളുടെ ഒക്കെ ഹെഡായിട്ടുള്ള പ്രസിഡന്റും പിന്നെ ഗവർണേഴ്സും അവരുടെയൊക്കെ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടീസ്, അല്ലെങ്കിൽ അവരുടെ എമോലുമെന്റ്സ്, ഇതൊക്കെ പറയുന്നത് ഏതിലാണ്, സെക്കൻഡ് ഷെഡ്യൂളിലാണ്. ഓക്കെ, സെക്കൻഡ് ഷെഡ്യൂളിലാണ്. അപ്പൊ ഇതുപോലെ കുറച്ച് ഷെഡ്യൂൾസും നമുക്കുണ്ട്. ആദ്യം എത്രയായിരുന്നു ഉണ്ടായിരുന്നത്, 8 ഷെഡ്യൂൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഒരു ഐഡിയ മനസ്സിലായില്ലേ, എന്താണ് ആർട്ടിക്കിൾസ്, എന്താണ് പാർട്ട്, എന്താണ് ഷെഡ്യൂൾ, മനസ്സിലായോ? എല്ലാവരും? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് കഴിഞ്ഞതിന് ശേഷം, ഇന്ന് ഇപ്പൊ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ഒരു സാധനം ഡൗൺലോഡ് ചെയ്യണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ PDF സെർച്ച് ചെയ്താൽ ഇത് ഞാൻ ഇട്ട് തരണ്ടല്ലോ, വേണ്ട, ഇത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ മതി. ആപ്പ് ഉണ്ടല്ലേ, യെസ്, ഇതൊന്ന് സെർച്ച് ചെയ്താൽ മതി. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതൊന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിന്റെ വേറെ ഒന്നും നിങ്ങൾ പഠിക്കണ്ട, നിങ്ങളത് വെറുതെ ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണെന്ന് നിങ്ങൾക്കൊന്ന് കാണണ്ടേ, നിങ്ങൾക്കൊന്ന് നേരിട്ട് കാണാൻ ആഗ്രഹമില്ലേ കോൺസ്റ്റിറ്റ്യൂഷൻ?
ഇല്ലേ? അപ്പൊ അതൊന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതിന്റെ അകത്ത് ചോദിക്കുന്ന 50% ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ആർട്ടിക്കിൾ എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പാർട്സ് എന്താണെന്ന് മനസ്സിലായി, ഷെഡ്യൂൾ എന്താണെന്ന് മനസ്സിലായി, അമെന്റ്മെന്റ്സ് എന്താ അമെന്റ്മെന്റ്സ്? ഭേദഗതികളാണ് അല്ലെ. കാലാകാലങ്ങളിലായിട്ട് നമുക്ക് ചിലപ്പോ ഈ ആർട്ടിക്കിൾസ്, ചില ആർട്ടിക്കിൾസ് ഒബ്സൊലീറ്റ് ആയെന്ന് തോന്നും, അപ്പൊ അത് മാറ്റണമെന്നുണ്ടാവും. ചിലത് പുതുതായിട്ട് ആഡ് ചെയ്യണമെന്ന് തോന്നും, അപ്പൊ അതും ചേഞ്ച് ചെയ്യേണ്ടതുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നത്. ഓക്കെ, അമെന്റ്മെന്റ്സ് കൊണ്ടുവന്നത്. അപ്പൊ ഒരുപാട് അമെന്റ്മെന്റ്സ് ഓരോ വർഷാവർഷം വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അത് എവിടെയാണ് ആഡ് ചെയ്യുന്നത്, അത് ആഡ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊണ്ടുവന്ന അമെന്റ്മെന്റ്സ്, ഇത് നമ്മൾ പഠിക്കണം. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയും കവർ ചെയ്യുന്നത് ഏകദേശം 80% ആണ്. ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ, യെസ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ ഈ 3 സാധനങ്ങളിൽ നിന്ന് മാത്രം ചോദിക്കാനുള്ള ചാൻസ് 80%. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇതിലുള്ള ഓരോ ലൈനും ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഈ ആർട്ടിക്കിൾസ് എന്ന് പറയുന്ന സാധനം തന്നെ ഓരോ ലൈനും ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ആർട്ടിക്കിൾ 20 ഏതാണ്? ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ക്വസ്റ്റ്യൻ ഡെവലപ്പ് ചെയ്യുന്ന ആൾക്ക് ഇത്രേ പണിയുള്ളൂ. ആർട്ടിക്കിൾ 20 എന്താണ്, അല്ലെങ്കിൽ ആർട്ടിക്കിൾ 43 എന്താണ്, ആർട്ടിക്കിൾ 43 എന്താണ്, അല്ലെങ്കിൽ പാർട്ട് 4A ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ പാർട്ട് 8 ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലെങ്കിൽ ഷെഡ്യൂൾ 8 ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് അല്ലെ. ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ ഓരോ ലൈൻസും ഇതിന്റെ അകത്ത് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ? അപ്പൊ മനസ്സിലായില്ലേ? നമ്മൾ ഇതിൽ കവർ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്, നമ്മൾ അടുത്ത ക്ലാസ്സിൽ, ഇന്ന് ഞാൻ കുറച്ച് എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഉണ്ടായതെന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മളൊരു അടിപൊളി കോഡാണ് പഠിക്കുന്നത്. ഓക്കെ, ഒരു അടിപൊളി കോഡ്. നമ്മളൊരു എനിക്ക് തോന്നുന്നൊരു 100-ലധികം ആർട്ടിക്കിൾസ് നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാതെ കോഡ് വെച്ചിട്ട് ഡീകോഡ് ചെയ്യണം. നിങ്ങൾ ആദ്യം കോഡ് പഠിക്കണം, എക്സാം ഹാളിലെത്തിയാൽ നിങ്ങൾ അത് ഡീകോഡ് ചെയ്യണം. ഓക്കെ, ഇതിലുള്ള ഒരു അടിപൊളി കോഡാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഞാൻ ഐ എം 100% ഷുവർ ഇത് നിങ്ങൾ വേറെ എവിടെയും നിങ്ങൾ പഠിക്കാൻ വേണ്ടി പോകില്ല. ഓക്കെ, ഇത്ര ഒരു അടിപൊളി മെത്തേഡ്, ഒരു 10-100 ആർട്ടിക്കിൾസ് പഠിക്കാനുള്ള ഈ ഒരു അടിപൊളി മെത്തേഡ് 100 നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്യാം. ഒരു 50 ആർട്ടിക്കിൾസ് കൂടി പഠിക്കണം എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ കോഡാണ്. ഓക്കെ, അപ്പൊ അത് അടുത്ത ക്ലാസ്സിലെ കാര്യം. അപ്പൊ മനസ്സിലായില്ലേ നമ്മൾ എന്തൊക്കെയാ പഠിക്കേണ്ടതെന്ന്? മനസ്സിലായില്ലേ ഇന്ത്യൻ പൊളിറ്റി നമ്മൾ എന്തൊക്കെയാ പഠിക്കേണ്ടതെന്ന്? മനസ്സിലായില്ലേ? പിന്നെ ഇതിൽ നിങ്ങൾ ഒരുപാട് വായിക്കാനുണ്ട്. നിങ്ങൾ സ്വന്തം വായിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു തവണ വായിക്കാതെ ഇത് പറ്റില്ല. ഓക്കെ, വായിക്കണേ. ലൂസന്റ് ആണോ, ടാലന്റ് ആണോ, അല്ലെങ്കിൽ അരിഹന്താണോ, ഏതാണെങ്കിലും ഒരു ബുക്ക് നിർബന്ധമായിട്ടും വായിക്കണം. ഏതാണ് നിങ്ങളുടെ കൺവീനിയൻസ് പോലെ വായിച്ചോളൂ. ലൂസന്റ് വായിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ടാലന്റ് വായിച്ചോളൂ, ഒരു കുഴപ്പമില്ല. ഓക്കെ, യെസ്. നമ്മള് ഈ റിപ്പബ്ലിക് ആവുക പറഞ്ഞാൽ എന്തായിരുന്നു? റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും റിപ്പബ്ലിക് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ടല്ലേ. എന്താ ഈ റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞാൽ? യെസ്, വെരി ഗുഡ്. കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ്. അത് തന്നെ, കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ അതിന് നമ്മൾ അഡോപ്റ്റ് ചെയ്ത ആ ഒരു ഡേറ്റ് ആണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പബ്ലിക് ആവുക എന്ന് പറയുന്നത് അല്ലെ. അതല്ലേ റിപ്പബ്ലിക് ആവുക എന്ന് പറഞ്ഞാൽ? അതല്ലേ? യെസ്, ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ട് നമ്മൾ ഭരിക്കാൻ തുടങ്ങുന്ന അതിനെയാണ് നമ്മൾ റിപ്പബ്ലിക് ആവുക എന്ന് പറയുന്നത്. അപ്പൊ ഇത് എപ്പോഴായിരുന്നു നമ്മൾ റിപ്പബ്ലിക് ആയത്? എപ്പോഴായിരുന്നു? 1950 യെസ്, ജനുവരി 26-നാണ് അല്ലെ. 1950 ജനുവരി 26-നാണ് നമ്മൾ റിപ്പബ്ലിക് ആയത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനു മുന്നേ തന്നെ ഇത് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഉണ്ടായിരുന്നു.
ഞാൻ അന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ രണ്ട് രണ്ട് ടൈം ലൈൻ പോലെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്നിൽ നമ്മൾ എന്ത് നടക്കുന്നുണ്ട്? ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് നടക്കുന്നുണ്ട് അല്ലെ? ഒന്നിൽ നമ്മുടെ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് നടക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് തന്നെ എന്ത് നടക്കുന്നുണ്ട്? യെസ്, നമുക്ക് കുറച്ച് നമ്മളെ ഒരു എന്താ പറയണ്ടേ, നല്ല കുറച്ച് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആ സമയത്ത് ഉണ്ടായിരുന്നു. അവർക്ക് ആദ്യമേ തന്നെ കാര്യം മനസ്സിലായി. നമുക്ക് വെറുതെ ഫ്രീഡം കിട്ടിയിട്ട് കാര്യമൊന്നുമില്ല അല്ലെ? നമുക്ക് വെറുതെ ഫ്രീഡം കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. വെറുതെ ഫ്രീഡം കിട്ടിയ ആൾക്കാരെന്താവും? യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് വി വിൽ ബി എ സാവേജസ് അല്ലെ? യെസ്. അപ്പൊ ഇതിന് അവർ ഈ ഒരു കാര്യം മുന്നിൽ കണ്ടിട്ടാണ് എന്ത് ചെയ്തത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ മുന്നേ തന്നെ ഒരു 1935 ആ ടൈമിൽ തന്നെ എന്ത് ചെയ്തു? ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി വേണമെന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി അല്ലെ? കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടാക്കി. അപ്പൊ അതിനെയാണ് അതിന്റെ പേരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി. യെസ്, ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഉണ്ട്, അതിനുശേഷം തന്നെയാണ് ഞാൻ പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടായിരുന്നു. ഇവരാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നമ്മൾ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് 26 നവംബർ 1949 26 നവംബർ 1949. ഓക്കെ, ഈ ഒരു ഡേറ്റ് കൂടെ നമ്മളപ്പോ പഠിച്ചു വെക്കണം. എന്താ ഈ രണ്ട് ഡേറ്റ് തമ്മിലുള്ള മാറ്റം? ഇത് കെയിം ഇൻ ടു ഫോഴ്സ് ആണല്ലേ? യെസ്, കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നതാണ്, അല്ലെങ്കിൽ അത് രാജ്യത്തൊട്ടാകെ കൊടുത്ത ഒരു ഡേറ്റ് ആണ് 1950 ജനുവരി 26 എന്ന് പറയുന്നത്. പക്ഷെ നവംബർ 26 എന്താണ്? കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഇത് പാസ്സാക്കിയ ആ ഒരു ടൈമാണ് 1949 നവംബർ 26. ഈ രണ്ട് ഡേറ്റ് ഓർമ്മിക്കുമല്ലോ? സംവിധാന്റെ എനിക്ക് തോന്നുന്നു നാഷണൽ ലോ ഡേ എന്ന് പറയുന്നത് ഈ നവംബർ 26 ആണെന്ന് തോന്നുന്നു. ആണോ? നാഷണൽ ലോ ഡേ എന്ന് പറയുന്നത് നവംബർ 26 ആണെന്ന് തോന്നുന്നു അല്ലെ? യെസ്, അപ്പൊ ഇത്രയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ വന്ന കാര്യം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത കാര്യം പറയുന്നത്. ഇനി ഇതിനു മുന്നേ തന്നെ എന്താ പറയാ, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇത് ആദ്യം ഒരു ഐഡിയ വേണമല്ലേ? എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ ഒരു ഐഡിയ വേണമല്ലേ? ഇതൊക്കെ എവിടുന്നാണ് കിട്ടിയത്? കോൺസ്റ്റിറ്റ്യൂഷൻ വേണമെന്ന് ഒരു ഐഡിയ എവിടുന്നാണ് കിട്ടിയത്? രണ്ട് തരത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഒന്ന്, ഓൾറെഡി അമേരിക്കയിൽ നിന്ന് ഈ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അമേരിക്കയിലാണ് ആദ്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു പേര് തന്നെ സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ പറയുന്നത്. മറ്റൊരു രീതിയിൽ എങ്ങനെയാണ്, നമ്മൾ ഓൾറെഡി ഇവിടെ കുറച്ച് റീഫോംസ് ഒക്കെ ഉണ്ടല്ലേ? ഇവിടെ കുറച്ച് റീഫോംസ് ഇല്ലേ? റീഫോംസും കുറച്ച് നിയമങ്ങളൊക്കെ ഇല്ലേ? ഒരുപാട് ലോസ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടല്ലേ? ഏതൊക്കെയാണത്? യെസ്, ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് ഓരോ നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട് അല്ലെ? ബ്രിട്ടീഷുകാർ ഇവിടെ ഭരിക്കുന്നതിന് വേണ്ടിയിട്ട് കാലാകാലങ്ങളായിട്ട് ഓരോ നിയമങ്ങൾ പാസ്സാക്കുന്നുണ്ട് ഇല്ലേ? പാസ്സാക്കുന്നില്ലേ? നിങ്ങൾ കേട്ടിട്ടില്ലേ? യെസ്. അപ്പൊ ബേസിക്കലി ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളെ ഒരു നേർവഴിയിലേക്ക് നടത്താൻ, അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളാണ് ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അപ്പൊ അതേ കാര്യം തന്നെയാണ്. ഒന്ന്, നമുക്ക് ഇങ്ങനെ ഒരു ജനറൽ ഐഡിയ ഉണ്ട്. അല്ലാതെ എന്തുണ്ട്? ബ്രിട്ടീഷുകാർ ഓൾറെഡി ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ USA കാര്യം പറയുകയാണെങ്കിൽ USA കോൺസ്റ്റിറ്റ്യൂഷൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. USA ആണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്തത്. അല്ലാതെയും നിയമങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മളിപ്പം നിയമങ്ങൾ ഇല്ല എന്നല്ല പറയുന്നത്. മുഗളുകാർ ഉണ്ടാക്കിയ നിയമങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ അതിന് തൊട്ട് മുന്നേ അതാണ് ഡൽഹി സുൽത്താനേറ്റ് ഉണ്ടല്ലേ? ഡൽഹി സുൽത്താനേറ്റ്, അവരൊക്കെ എന്താണ്? അതൊക്കെ ഒരു ഡയനാസ്റ്റിയുടെ കീഴിലുള്ള, അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കീഴിലുള്ള നിയമങ്ങളാണ്. നമ്മളിപ്പോ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ എന്താണ്? യെസ്,
ജനങ്ങളുടെ പ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ് അല്ലെ ഈ ഒരു മാറ്റം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സാധാരണയുള്ള നിയമങ്ങളും ഇതും തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? യെസ്, ഇലക്റ്റഡ് റെപ്രസെന്റേറ്റീവ്സും ഉണ്ടാക്കണതാണ് അല്ലെ? അപ്പൊ അമേരിക്കയിലാണ് ആദ്യമായിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ വന്നത് 1789 അപ്പൊ ഈ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദർ എന്ന് പറയുന്നത് ജെയിംസ് മാഡിസൺ ആണ്. ജെയിംസ് മാഡിസൺ. ഓക്കെ. ഏറ്റവും ചെറിയ കോൺസ്റ്റിറ്റ്യൂഷനും അമേരിക്കയുടേതാണ്. അതിലാകെ 7 ആർട്ടിക്കിൾസേ ഉള്ളൂ. ഇതിനെന്താണ് സാധാരണയായിട്ട് വിളിക്കാറ്? അവരെന്താണ് വിളിക്കാറ്? ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ് വിളിക്കാറ്. ബിൽ ഓഫ് റൈറ്റ്സ്. അപ്പൊ നിലവിലുള്ളതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടും ഓൾഡസ്റ്റ് ആയിട്ടുമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് അമേരിക്കയുടേതാണ്. അപ്പൊ നമ്മള് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ. ഫണ്ടമെന്റൽ റൈറ്റ്സ് കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഫണ്ടമെന്റൽ റൈറ്റ്സ് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലെ? ഒരുവിധം എല്ലാവരും കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാനിത് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഐഡിയ നമ്മളെ എല്ലാ കാര്യവും ഓരോ സ്ഥലത്ത് നിർത്തിയാണ്. അപ്പൊ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ള ഐഡിയ എടുത്തിരിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. നമുക്ക് ഇങ്ങനെ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളൊരു ഐഡിയ കിട്ടിയിരിക്കുന്നത്. ഓക്കെ. ഇനി ശ്രദ്ധിക്കേണ്ടത്, കോൺസ്റ്റിറ്റ്യൂഷൻ വിവിധ ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂഷനുകളുണ്ട്. അതില് ചില അതിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കേണ്ടത്, ഓക്കെ, ഞാനത് പറഞ്ഞിട്ട് പറയാം. ഒന്ന് റിട്ടൺ ആണ്. റിട്ടൺ അല്ലെങ്കിൽ എനാക്റ്റഡ് എന്ന് പറയും. റിട്ടൺ അല്ലെങ്കിൽ എനാക്റ്റഡ്. മറ്റേത് ഏതായിരിക്കും? അൺറിട്ടൺ ആണ് അല്ലെ? അൺറിട്ടൺ അല്ലെങ്കിൽ എവോൾവ്ഡ്. ഇതിന്റെ രണ്ടിനെയും മാറ്റം എന്താ? റിട്ടൺ ആൻഡ് അൺറിട്ടൺ. റിട്ടൺ എന്താണ്? നമ്മൾ ഒരുവിധം എല്ലാ നിയമങ്ങളും എഴുതി വെച്ചിരിക്കണം അല്ലെ? ഏതെങ്കിലും ഒരു ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെ? ഒരിങ്ങനെ ഒരു ഡോക്യുമെന്റ് വഴി പാസ്സാക്കി അത് എനാക്ട് ചെയ്യുന്നതായിരിക്കും. അതിന്റെ ഉദാഹരണം എന്താ? ഇന്ത്യനും അമേരിക്കനും ഒക്കെ. ഇന്ത്യയിലൊക്കെ റിട്ടൺ അല്ലേ? എല്ലാ കാര്യവും റിട്ടേൺ അല്ലേ? ഞാൻ ഇപ്പുറത്തുള്ളത് എന്താണ്? ഇത് മൊത്തം റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ള കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. ഇതൊക്കെ ഡോക്യുമെന്റഡ് ആണ്. മൊത്തം കാര്യങ്ങളും ഡോക്യുമെന്റഡ് ആണ്. ഇനി അൺറിട്ടൺ, ഇന്ത്യയുടെ അമേരിക്കയുടെ ഒക്കെ റിട്ടേൺ. ഇനി അൺറിട്ടൺ, അതിന്റെ പ്രത്യേകത എന്താ? UK ഉള്ളതാണ്. ശരിയാണ്, UK, ഇസ്രായേലൊക്കെ ഉള്ളത് അൺറിട്ടൺ ആണ്. അവിടെ പ്രത്യേകിച്ച് അങ്ങനെ എഴുതേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് അവർ പറയുന്നത്. എഴുതേണ്ട കാര്യമില്ല. ജനങ്ങൾക്ക് എന്തുണ്ട്? ജനങ്ങൾക്കും അല്ലെങ്കിൽ ജഡ്ജസിനൊക്കെ ഒരു പൊതുബോധമുണ്ട് അല്ലെ? പൊതുബോധമുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മൾ മറ്റേ സുനിൽ പി ഇളയിടം സാറിന്റെ ഒരു ഇത് കേട്ടിട്ടുണ്ടാവുമല്ലോ. നിയമം ലംഘിക്കണം, നിയമം ഏതുവരെയാണ് വാലിഡ് ആവുക? നീതിക്ക് നിരക്കുന്നത് വരെയാണ് അല്ലെ? അങ്ങനെ കേട്ടിട്ടില്ലേ? ഗാന്ധിജി പറഞ്ഞൊരു ഇതില്ലേ? നിയമം ലംഘിക്കേണ്ടതാണ്. നിയമം എപ്പോഴാണ് വാലിഡ് ആവുന്നത്? ഏതുവരെയാണ് വാലിഡ് ആവുന്നത്? അത് നീതിക്ക് നിരക്കുന്നത് വരെയാണ്. അപ്പൊ ഈ അൺറിട്ടണിലൊക്കെ എങ്ങനെയാണ്? ഒരു നീതിബോധമാണ്. ജനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു അവബോധമുണ്ട്. അല്ലെങ്കിൽ ഈ നിയമങ്ങൾ, ഈ ഒരു ജഡ്ജസിനും ഒക്കെ ഒരു അവബോധമുണ്ട്. കാര്യങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ എങ്ങനെയാണ് ഇത് കൊണ്ടുവന്നത്. അതിന്റെ ഒരു നീതിയൊക്കെ ഒരു പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ? ഒരു ജനങ്ങളൊക്കെ ഒരേ രീതിയിലാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ, ഇപ്പൊ നമുക്ക് ജപ്പാൻ പോലുള്ള സ്ഥലങ്ങളൊക്കെ കാണുന്നില്ലേ? ചില സ്ഥലങ്ങൾ കാണുന്നില്ല, ആൾക്കാരൊക്കെ ഒരേ മൈൻഡ് സെറ്റിലാണ്. ഒരു വേസ്റ്റ് ഒന്നും പുറത്ത് കളയില്ല. ക്യൂ ഒക്കെ, ജപ്പാനിലൊക്കെ ആ ഒരു സിസ്റ്റം കണ്ടിട്ടില്ലേ? എല്ലാവരും ക്യൂ കറക്റ്റ് ആയിട്ട് പാലിക്കുന്ന ആൾക്കാരും വേസ്റ്റ് ഒക്കെ കറക്റ്റ് അതിന്റെ വേസ്റ്റ് ബിന്നിൽ ഇടുന്ന ആൾക്കാരും, ഒരു മൊത്തത്തിലൊരു സിസ്റ്റം തന്നെ അങ്ങനെയാണ് അല്ലെ? അവരോട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ റിട്ടേൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടോ ആണോ അവരാ ചെയ്യുന്നത്? അല്ല. അവർക്ക് ഒരു സൊസൈറ്റി എന്ന നിലയിൽ അവർ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ അവർ ചെറിയ ക്ലാസ്സിൽ തൊട്ടേ അവർ പഠിപ്പിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സമൂഹം ചെയ്യുന്നത് കണ്ട് അവർ ആ രീതിയിലേക്ക് എത്തുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ അൺറിട്ടൺ അല്ലെങ്കിൽ ഇവോൾവ്ഡിലൊക്കെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതെ,
ജപ്പാനിലെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവരുടെ സ്കൂൾ സിസ്റ്റം എങ്ങനെയാണെന്ന്. ഇപ്പൊ ട്രഡീഷൻ, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് ഈ അൺറിട്ടൺ അല്ലെങ്കിൽ ഇവോൾഡ്. ഫ്രഞ്ച് റിട്ടേൺ ആണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം മനസ്സിലായല്ലോ. റിട്ടേണും അൺറിട്ടേണും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. യെസ്. ഇനി വേറെ ടൈപ്പുള്ള ക്ലാസിഫിക്കേഷൻ ആണ്. ഒന്ന് റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ. റിജിഡ് ആൻഡ് ഫ്ലെക്സിബിൾ എന്താ ഇതിന്റെ ഇത്? റിജിഡ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യിക്കാൻ ഒരു സ്പെഷ്യൽ പ്രൊസീജിയർ വേണ്ടി വരുന്നതിനാണ് റിജിഡ് എന്ന് പറയുന്നത്. അമെൻമെന്റ് നീഡ് സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ്. യെസ്. ഇതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് നോക്കിയാൽ മതി. USA, കാനഡ, ജപ്പാൻ ഇതൊക്കെ എങ്ങനെയാണ്? റിജിഡ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ റിജിഡ് ആണ്. അത് എന്താ പറയാ, കുറച്ച് അമെൻമെന്റിന് കുറച്ച് പാടാണെന്ന് വേണമെങ്കിൽ പറയാം. ഫ്ലെക്സിബിൾ എന്താണ്? ഫ്ലെക്സിബിൾ അങ്ങനെ പ്രത്യേകിച്ച് അമെൻമെന്റിന് വേണ്ടി പ്രത്യേകിച്ച് അങ്ങനെ ഇതൊന്നുമില്ല. സാധാരണ സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? യെസ്, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യിക്കാം സിമ്പിൾ മെജോറിറ്റിയിൽ തന്നെ. മെജോറിറ്റി എന്താണെന്ന് നമുക്കറിയില്ലേ? ഇതും വരാം കേട്ടോ. ഇതും നമുക്ക് ഇനി വരാം. ഏതൊക്കെയാണ് സിമ്പിൾ മെജോറിറ്റി എന്താണ്, അബ്സല്യൂട്ട് മെജോറിറ്റി എന്താണ്, സ്പെഷ്യൽ മെജോറിറ്റി എന്താണ്, ഇത് നമുക്ക് വരാം. ഇത് നമ്മുടെ ഏതിൽ വരുന്നതാണ്? പാർലമെന്റ് സിസ്റ്റത്തിൽ വരുന്നതാണ്. നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഇത് നിലവിൽ എന്താണ്? സിമ്പിൾ മെജോറിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇതിനെ അമെൻഡ് ചെയ്യിക്കാം, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാം. ഇത് ബ്രിട്ടീഷ് ആണ്, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. അപ്പൊ ഇത് രണ്ടിലും ഏതില്ല? ഇന്ത്യയില്ല അല്ലെ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇറ്റ്സ് നെയ്തർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ എന്നാണ്. നെയ്തർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ. ഓക്കെ, നെയ്തർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ. യെസ്. അപ്പോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ മനസ്സിലായില്ലേ? റിജിഡ് എന്താണ്, ഫ്ലെക്സിബിൾ എന്താണ്? ഫ്ലെക്സിബിൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ബ്രിട്ടീഷ് ഇവോൾവ്ഡ് ആണ് അല്ലെ. അതിൽ ആൾക്കാരുടെ ഒരു പൊതുബോധമാണ് അല്ലെങ്കിൽ പൊതു അവബോധമാണ് എന്ത് ചെയ്യുന്നത്, ഒരു ആക്ട് ആയിട്ടോ അല്ലെങ്കിൽ കസ്റ്റം ഒക്കെ ആയിട്ട് വരാൻ വേണ്ടി പോകുന്നത് ബ്രിട്ടീഷ്. ഓക്കെ അല്ലെ? ഈ ഒരു കാര്യം മനസ്സിലായല്ലോ, കോൺസ്റ്റിറ്റ്യൂഷനെ പറ്റിയുള്ള ഇത്രയും കാര്യങ്ങൾ. റിട്ടൺ, അൺറിട്ടൺ, റിജിഡ്, വേറെ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള റിജിഡും ഫ്ലെക്സിബിളും. മനസ്സിലായില്ലേ? പിന്നെ ഇന്ത്യയുടെ ആട്ടോ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾ ഈ പേജിന്റെ എണ്ണം കണ്ടാൽ തന്നെ മനസ്സിലാവും. സൂം ഔട്ട് ചെയ്താൽ ഇത്രയും ഉണ്ട്. സൂം ഔട്ട് ചെയ്യാം. 300 പേജ് ഉള്ളതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ. ഇപ്പൊ ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ഇത്രയും കൂടുതൽ നിയമങ്ങൾ ഇല്ലാതെ പറ്റൂല നമുക്കറിയാം. അതെ, ഇന്ത്യയാണ് നെയ്തർ റിജിഡ് നോർ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ഇനി ഇത് മറക്കൂല്ലോ, ലാർജസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ്. കോപ്പീഡ് ഫ്രം എവറി കൺട്രി. പക്ഷെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കോപ്പി ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ നമ്മൾ കോപ്പി ചെയ്യുന്നതിൽ തെറ്റില്ല, ഇല്ലല്ലോ. യെസ്. അപ്പൊ ശ്രദ്ധിക്കണേ, ഇത്രയും വലുതാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ. 280 പേജ് ഉള്ളതാണ്. ഇതില് ഉള്ള ആർട്ടിക്കിൾസ് എന്താണെന്ന് മനസ്സിലായി, പാർട്സ് എങ്ങനെയാണ്, പാർട്സ് എന്താണെന്ന് മനസ്സിലായി. ഇനി പാർട്സിനൊക്കെ ഉള്ള കോഡൊക്കെ ഉണ്ട്, അതൊക്കെ അടുത്ത ക്ലാസ്സിൽ വരാം. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെ 522 പേജസ് ആണ്. ഓക്കെ, പേജിന്റെ എണ്ണം ചോദിക്കാറുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും നമുക്ക് ലാസ്റ്റ് പേജ് വരെ നോക്കിയേക്കാം. ആണ് കാണുന്നത്. ചോദിച്ചിട്ടുണ്ടല്ലേ? 281 ആണ് ഇതിൽ കാണുന്നത്. 71. യെസ്, ഇതിലെ ലാസ്റ്റ് പേജ് 281 ആണ്. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം.
ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ചില കോൺസ്റ്റിറ്റ്യൂഷൻ വേറെ വേറെ രാജ്യങ്ങളിലാക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആ ഐഡിയ എടുത്തിട്ടാണ് തുടങ്ങിയത്. പക്ഷെ മേജറായിട്ട് നമ്മൾ ഐഡിയാസ് കിട്ടിയിരിക്കുന്നത് നമുക്ക് മുന്നേ വരച്ച ബ്രിട്ടീഷുകാർ ഇവിടെ വച്ചിട്ടുണ്ടായിരുന്നു. അവരെന്തൊക്കെയാണോ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള റീഫോംസ് കൊണ്ടുവന്നത് അതിനെയാണ് നമ്മൾ മേജറായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ്. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നിരിക്കുന്ന വഴികളാണ് ഞാൻ ഇപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ വന്നിരിക്കുന്നത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് റെഗുലേറ്റിംഗ് ആക്ട് ആണ്. റെഗുലേറ്റിംഗ് ആക്ട് 1773 1773 റെഗുലേറ്റിംഗ് ആക്ട് ആണ് എന്താ പറയാ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആദ്യത്തെ ഒരു ഫോം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇത് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് പേജുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെ റൈറ്റ്സിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇതിൽ ജസ്റ്റ് എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഇവിടെ ചെയ്തിരിക്കുന്നത്, ഓക്കെ, എന്തൊക്കെയാണോ അവർക്ക് ഇവിടെ വേണ്ടി അഡ്മിനിസ്ട്രേഷൻ എന്തൊക്കെയാണോ മാറ്റങ്ങൾ വരുത്തേണ്ടിയിരുന്നത് ആ കാര്യങ്ങൾ മാത്രം കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോഴുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു എന്താണ് ആൻസസ്റ്റർ ആണെങ്കിലും വലിയൊരു ബന്ധമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഓക്കെ. അപ്പൊ ഈ റെഗുലേറ്റിംഗ് ആക്ട് പാസ്സാക്കിയിരിക്കുന്നത് ആ സമയത്തുള്ള പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് ലോർഡ് നോർത്ത് ആണ്. ലോർഡ് നോർത്ത് ആണ്. ഈ റെഗുലേറ്റിംഗ് ആക്ടിന്റെ പ്രത്യേകത ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യത്തെ നിയമമാണ് അല്ലെങ്കിൽ ആദ്യത്തെ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട്. റെഗുലേറ്റിംഗ് ആക്ട് നമുക്കറിയാലോ. ആക്ടും ബില്ലും തമ്മിലുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയോ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ an act and a bill അല്ലെങ്കിൽ a bill and an act? നമ്മൾ പാർലമെന്റിലേക്ക് സബ്മിറ്റ് ചെയ്യുന്ന നമ്മുടെ ആ ഒരു പ്രപ്പോസലാണ് ബില്ല് എന്ന് പറയുന്നത് അല്ലെ. പ്രപ്പോസലാണ് ബില്ല് എന്ന് പറയുന്നത്. ബില്ല് എവിടെയാണ് നമ്മൾ ആദ്യം വെക്കേണ്ടത്? ബില്ല് ആദ്യം നമ്മൾ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ പാസ്സായിട്ട് പ്രസിഡന്റിന്റെ ഒപ്പും കൂടി കൺസെന്റും കൂടി കിട്ടിയതിന് ശേഷമാണ് അതെന്തായിട്ട് മാറുള്ളൂ? ആക്ട് ആയിട്ട് മാറുള്ളൂ. ആദ്യം എന്തായിരുന്നു? ആദ്യം പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് എന്തായിരുന്നു? സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ലായിരുന്നു അല്ലെ. അമെൻമെന്റ് ബില്ലായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇത് ആദ്യം ബില്ലായിരുന്നു. പിന്നീടാണ് ഇത് എന്തായി മാറിയത്? CAA ആയിട്ട് മാറിയത് അല്ലെ. CAA ആയിട്ട് മാറിയത് അപ്പോഴല്ലേ? കുറച്ച് കഴിഞ്ഞിട്ടല്ലേ? നിങ്ങൾ ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ആയിട്ട് മാറി. പ്രസിഡന്റ് കൂടി സൈൻ ചെയ്തപ്പോൾ എന്തായി മാറി? സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് ആയിട്ട് മാറി. ഇപ്പോഴും അഗ്രികൾച്ചറൽ അത് ആക്ട് ആയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർക്കണില്ല. അത് ആക്ട് ആയോ? അഗ്രികൾച്ചറൽ റിഫോംസ് അത് ആക്ട് ആയോ അല്ലോ ബില്ലാണോ? ആക്ട് ആയല്ലേ? അതും ആക്ട് ആയി. ജസ്റ്റ് ഞാനിപ്പോ അത് ഒരു കാര്യം ഓർത്തുകൊണ്ടാണ് റെഗുലേറ്റിംഗ് ആക്ട്. അപ്പോൾ ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യത്തെ ആക്ട് ആണ് റെഗുലേറ്റിംഗ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്തുള്ള പ്രൈം മിനിസ്റ്റർ ആണ് ലോർഡ് നോർത്ത്. ലോർഡ് നോർത്ത്. അപ്പൊ ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ് എന്ത് വരുന്നത്? ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള ആ ഒരു പോസ്റ്റ്, ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ളൊരു പോസ്റ്റ് എന്തായി മാറുന്നത്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നത്. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറുന്നത് ഈ ഒരു ആക്ട് വഴിയാണ്. ഈ ഒരു ആക്ട് വഴിയാണ്. ഓക്കെ. യെസ്. അപ്പൊ എന്താ ഇതിന്റെ പ്രത്യേകത? എന്താ? ഗവർണർ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത് ബംഗാളിന്റെ മാത്രം ഒരു ഗവർണർ ആയിരുന്നു അല്ലെ. ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ വഴി എന്തുണ്ടായി?
ഇത് കൂടാതെ, ഈ ബംഗാൾ കൂടാതെ വേറെയും 3 പ്രസിഡൻസികൾ ഉണ്ടല്ലേ. ഏതൊക്കെയാണത്? ഏതൊക്കെയാണ് പ്രസിഡൻസികൾ? 3 പ്രസിഡൻസികൾ ഉണ്ടായിരുന്നു ആദ്യം. ഏതൊക്കെയാണ്? കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഇതാണ് ബ്രിട്ടീഷ് ഭരണകാലത്തുള്ള 3 പ്രസിഡൻസികൾ. കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഈ ഗവർണർ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് മാറ്റി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയപ്പോൾ ഇതിന്റെ ഈ 3 പ്രസിഡൻസീസിന്റെ അഡ്മിനിസ്ട്രേഷൻ കൂടി ആർക്ക് കിട്ടി? ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കിട്ടി. ഓക്കെ, ഗവർണർ ജനറൽ ഓഫ് ബംഗാളിന് കിട്ടി. ഇനി ആരായിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, അല്ലെങ്കിൽ ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആരായിരുന്നു? ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ, ലാസ്റ്റ് അല്ലെങ്കിൽ ഫസ്റ്റ്, രണ്ടും ഒരാളായിരിക്കില്ലേ? ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. ആരാണ്? യെസ്, വാറൻ ഹേസ്റ്റിങ്സ് ആണ് അല്ലെ. വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ബന്ദിക്കാണോ അവസാനത്തെ ഗവർണർ ഓഫ് ബംഗാൾ? ആണോ? അല്ലല്ലോ. യെസ്, വാറൻ ഹേസ്റ്റിങ്സ് ആണ്. വാറൻ ഹേസ്റ്റിങ്സ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ മനസ്സിലായില്ലേ? അവസാനത്തെ ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാളും ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളും ഒരാളാവാനുള്ള എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? ഇത് എല്ലാത്തിലും എങ്ങനെയാ കേട്ടോ. ഇനി ഓരോ പോസ്റ്റും മാറി മാറി വരുന്നുണ്ട്. നമ്മൾ അവസാനത്ത് വൈസ്രോയ് വരെ മാറുന്നുണ്ട്. അതിലൊക്കെ സെയിം ആണ്. ഓക്കെ, സെയിം ആണ്. ഇനിയിപ്പോ ഈ ഒരു ആക്ട് വഴി വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമായിരുന്നു കൽക്കട്ടയിൽ സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. എസ്റ്റാബ്ലിഷ്ഡ് സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട. നോക്കിയേ, നമ്മൾ ആദ്യം സുപ്രീം കോർട്ട് എന്നില്ല, ഒരു എല്ലാത്തിനും കൂടിയിട്ടുള്ള ഒരു കോർട്ട് എന്നുള്ള ഐഡിയ കിട്ടിയത് എവിടുന്നാണ്? ഈ ഒരു റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ് അല്ലെ. 1773 1773 റെഗുലേറ്റിംഗ് ആക്ട് വഴിയാണ് സുപ്രീം കോർട്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നത്. പക്ഷെ അത് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? ആദ്യം കൽക്കട്ടയിലാണ് അല്ലെ. കൽക്കട്ടയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. 1774 ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇത് ഇമ്പോർട്ടന്റ് അല്ല, ഈ വർഷമൊന്നും അങ്ങനെ ചോദിച്ചിട്ട് കാണാറില്ല. പക്ഷെ ഇതിന്റെ ഫസ്റ്റത്തെ സുപ്രീം കോർട്ട് ചീഫ് ജസ്റ്റിസ് CJI ഇമ്പോർട്ടന്റ് ആണ്. ചീഫ് ജസ്റ്റിസ് ഓഫ് കൽക്കട്ട സുപ്രീം കോർട്ട് ആരായിരുന്നു? ഇത് ചോദിക്കാറുണ്ട് എല്ലാ എക്സാമിനും, PSC അതുപോലെ RRB എല്ലാ എക്സാമിനും ചോദിക്കുന്നതാണ്. എലീസ ഇംപെ ആണ് കൽക്കട്ട ഹൈക്കോർട്ടിന്റെ കൽക്കട്ട സുപ്രീം കോർട്ടിന്റെ ഫസ്റ്റത്തെ ചീഫ് ജസ്റ്റിസ്. ഓക്കെ, എലീസ ഇംപെ. നമുക്ക് 2 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അതെ, നമ്മുടെ സുപ്രീം കോർട്ട് ആദ്യം വരുന്നത് കൽക്കട്ടയിലാണ്.
ഇയർ ഏതിന്റെ കാര്യ ഇയർ അറിയാ ഏതിന്റെ ഇയറാ? സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തത് കൽക്കട്ട സുപ്രീം കോർട്ടാണ് 1774. 1774. ഓക്കെ. ഈ റെഗുലേറ്റിംഗ് ആക്ട് നിങ്ങൾ ഇനിയിപ്പോ പഠിക്കുന്ന ആക്ടുകളൊക്കെ അത് എനാക്ട് ചെയ്ത വർഷം ഇയർ ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കാതെ ആ ആക്ട് അങ്ങനെ തന്നെ പഠിക്കണം കേട്ടോ. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. Next one, Pitt's India Act 1784. Pitt's India Act of പറയുമ്പോൾ ഇത് മുഴുവനായിട്ടും പറഞ്ഞു തന്നെ പഠിച്ചോട്ടാ നിങ്ങൾ പഠിക്കുമ്പോൾ. 1784. Pitt's India Act of 1784. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏതൊക്കെ വർഷത്തിലായിരുന്നു ഒന്ന് ഓർമ്മിച്ചേ. അത് കുറച്ച് ഫേമസ് അല്ലേ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലേ. എപ്പോഴായിരുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്? പറഞ്ഞേ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയത് 1935 അല്ലേ, 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935. 58 ഉണ്ടായിരുന്നു. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. ഈ ഒരു ആക്ട് വന്നത് ഇതിന് മുന്നേ ഇറങ്ങിയ റെഗുലേറ്റിംഗ് ആക്ടിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ഇത് വന്നിരിക്കുന്ന എന്തിനാണ്? ടു റെക്ടിഫൈ ദ ഡിഫെക്ട്സ് ഓഫ് റെഗുലേറ്റിംഗ് ആക്ട്. ഓക്കെ. അപ്പൊ ഈ ഒരു റൂളില് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇതിനു വേണ്ടിയിട്ട് ഒരു 6 മെമ്പർ ബോർഡ് ഓഫ് കൺട്രോളേഴ്സിനെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. 6 മെമ്പർ ബോർഡ് ഓഫ് കൺട്രോളേഴ്സ്. ഏതിലാണ് ഈ സമയത്ത് ആരാണ് ഭരിക്കുന്നത്? ബോർഡ് ഓഫ് കൺട്രോളേഴ്സ്. ഏതിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്? ഈ സമയത്ത് ഭരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയാണ് ഇവിടെ ഭരിക്കുന്നത്. ആ വർഷം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. പക്ഷെ എന്ത് ചെയ്തു? ഗവൺമെന്റ് ഇവരുടെ കാര്യത്തിലൊക്കെ ചെറിയ രീതിയിൽ ഇടപെടാൻ വേണ്ടി തുടങ്ങി. ഓക്കെ. ഈ കമ്പനിയെ ഇങ്ങനെ അഴിച്ചുവിടാതെ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തെ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നത് കുറച്ച് ഒരു പരിധി വരെ തടഞ്ഞു നിർത്തി. അല്ലെങ്കിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇവരുടെ കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ് ഒരു 6 മെമ്പർ ബോർഡ് ഓഫ് കൺട്രോളേഴ്സിനെ ഇതിൽ കൊണ്ടുവന്നത്. അപ്പൊ ഇതിന്റെ ഹെഡായിട്ട് ഒരു മന്ത്രിയെ നിയമിച്ചു. ഹെഡഡ് ബൈ എ മിനിസ്റ്റർ. Headed by a minister from British Parliament. ഇതെന്താന്ന് മനസ്സിലായില്ലേ? ഇപ്പോഴും ഭരിക്കുന്നത് ആരാണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. അപ്പൊ അവരെ എന്താണ് അഴിച്ചുവിട്ടതുപോലെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ബ്രിട്ടീഷ് പാർലമെന്റ് എന്ത് ചെയ്തു? ആ കമ്പനിയിൽ ഉള്ളതിൽ തന്നെ ഒരു 6 മെമ്പർ ബോർഡ് ഓഫ് കൺട്രോളേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ അതിന്റെ ഹെഡായിട്ട് എന്ത് ചെയ്തു? ഒരു മിനിസ്റ്ററെ, ബ്രിട്ടീഷ് പാർലമെന്റ് എന്നുള്ള ഒരു മിനിസ്റ്ററെയും കൂടി അപ്പോയിന്റ് ചെയ്തു. ഓക്കെ. അടുത്ത് മനസ്സിലായില്ലേ? ഇതെന്താന്ന് മനസ്സിലായില്ലേ? യെസ്. ഇപ്പിക്കുന്നത് ഈ ബ്രിട്ടീഷ് പാർലമെന്റ് ഇടപെടാൻ തുടങ്ങിയേ ഉള്ളൂ കേട്ടോ. ഞാൻ പറയുന്ന റെഗുലേറ്റിംഗ് ആക്ട് ഒക്കെ ഉള്ള സമയത്തും ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കുന്നതേ ഉള്ളൂ. പക്ഷെ എന്താണ് ഒരു ഇപ്പോഴുള്ള ഒരു ടെക് ജയന്റ് ഭരിക്കുന്നത് പോലെയാണ് അല്ലെ. ചില കാര്യങ്ങളൊക്കെ ഗൂഗിളൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചില രാജ്യങ്ങളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണാറില്ലേ? ഫ്രാൻസ് അവർക്കെതിരെ പിഴ ചുമത്തുന്നതും ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫൈൻ എടുത്തതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇല്ലേ? ഗൂഗിളും ആമസോണിനൊക്കെ എതിരെ അവർ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ട് അതിനെതിരെ ഒരുപാട് രാജ്യങ്ങൾ, ഇപ്പൊ ഓസ്ട്രേലിയയും ഫ്രാൻസും ഒക്കെ അവർക്കെതിരെ ഫൈൻ ഇടാറുണ്ട്. ജർമ്മനിയൊക്കെ ഫൈൻ ഇടാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഈ എന്താ പറയുക, ഈ കമ്പനി വേറെ രീതിയിൽ തന്നെ പോകുന്നത് കണ്ടിട്ട് ഗവൺമെന്റ് ഇതിൽ ഇടപെടാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയാണ് ആദ്യമായിട്ട് ഈ കമ്പനിയിലുള്ള
ഒരു ബോർഡ് ഓഫ് കൺട്രോളേഴ്സിനെ കൊണ്ടുവരുന്നത്. അതിന്റെ ഹെഡായിട്ട് എന്ത് ചെയ്തു, ഒരു ബ്രിട്ടീഷ് പാർലമെന്റ് എന്നുള്ള ഒരു മിനിസ്റ്ററെ കൂടെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു ആക്ടിന് ശേഷമാണ് കമ്പനിയുടെ ടെറിട്ടറീസിനെ അല്ലെങ്കിൽ കമ്പനിയുടെ പൊസഷനിലുള്ള ടെറിട്ടറീസിനെ എന്ത് വിളിക്കുന്നത്, ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കുന്നത്. ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ. കമ്പനിയുടെ ടെറിട്ടറീസിന് കേട്ടോ. കമ്പനി ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. അതിനെന്ത് വിളിക്കാൻ തുടങ്ങി, ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന് വിളിക്കാൻ തുടങ്ങി. ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ. ഈ ഒരു ആക്ടിന് ശേഷമാണ്, അല്ലെങ്കിൽ ഈ ഒരു ആക്ടിലാണ് കമ്പനിയുടെ ടെറിട്ടറികളെ ഇങ്ങനെ എന്ത് ചെയ്തത്, ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ബ്രിട്ടീഷ് പൊസഷൻ എന്ന രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, യെസ്. ഇനി ഈ ഒരു ആക്ടിന് ശേഷമാണ് കമ്പനിയുടെ എല്ലാ കാര്യത്തിലും ബ്രിട്ടീഷ് ഗവൺമെന്റിന് സുപ്രീം കൺട്രോൾ കൊടുത്തു. അതായത് കമ്പനിയുടെ എല്ലാ കാര്യങ്ങളിലും ബ്രിട്ടീഷ് ഗവൺമെന്റിന് നല്ല രീതിയിലുള്ള സ്വാധീനം ഉണ്ടായിരിക്കും. പിറ്റ്സ് ഇൻ ദി ആക്ടിന് ശേഷമാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് വാസ് ഗിവൺ സുപ്രീം കൺട്രോൾ ഓവർ കമ്പനീസ് അഫയേഴ്സ് and administration. ഇത് നമ്മളോട് എങ്ങനെ ചോദിക്കുക അറിയോ, ഇത് ചോദിക്കാൻ വേണ്ടി പോകുന്നത് ഏത് ആക്ടിലാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നത്, അല്ലെങ്കിൽ ആദ്യമായിട്ട് ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അല്ലെങ്കിൽ എന്ന രീതിയിൽ വിളിച്ചത് ഏത് ആക്ടിലാണ്, അല്ലെങ്കിൽ ഒരു 6 മെമ്പർ ബോർഡ് ഓഫ് കൺട്രോളേഴ്സിനെ കൊണ്ടുവന്നത് ഏത് ആക്ട് പ്രകാരമാണ്. ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. നിങ്ങൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യണേ. അപ്പൊ ഇപ്പൊ കഴിഞ്ഞ 2 എണ്ണം ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാണെന്നൊന്ന് പറഞ്ഞേ. റെഗുലേറ്റിംഗ് ആക്ടിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട റീഫോംസ് എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞേ. റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 വാഹിദേ. യെസ്, അതായത് നമ്മൾ ഇതിന്റെ കമ്പനി ഉണ്ടല്ലോ, ഈ കമ്പനി എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലായില്ലേ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഇന്ത്യ ഭരിക്കുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അതിന്റെ എല്ലാ അഫയേഴ്സും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോ എല്ലാ കാര്യങ്ങളിലൊക്കെ ഇനി ആർക്ക് ഇടപെടാം, ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഇടപെടാം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിൽ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. ഇത് വരുന്നത് ആദ്യം ഇവിടെ ഭരിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അല്ലെ. അതിനെന്ത് ചെയ്തു, ഒരുപാട് കാലത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് വിഴുങ്ങി. ഓക്കെ, ഇവരോട് യുദ്ധം ചെയ്ത് ഒരുപാട് സമരം ചെയ്ത് എല്ലാ രീതിയിലുള്ള സമരം ചെയ്തിട്ടാണ് നമ്മൾ ഇന്ത്യൻസ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ പിന്നീട് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ആ 3 ടേണിംഗ് പോയിന്റ്സ് ഏതൊക്കെയാണ്? ആദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരുന്നു, ഇതിനെ മെല്ലെ 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 ബ്രിട്ടീഷ് ഗവൺമെന്റ് വിഴുങ്ങി, പിന്നെ നമ്മൾ മെല്ലെ മെല്ലെ സമരം ചെയ്ത് ഇവരെ പുറത്താക്കി. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയില്ലേ, എങ്ങനെയാണ് വന്നതെന്ന് കിട്ടിയില്ലേ? യെസ്. അപ്പൊ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ ഇവരെ വിഴുങ്ങാൻ തുടങ്ങുന്ന ആ ഒരു പോയിന്റ് ആണ് റെഗുലേറ്റിംഗ് ആക്ട് പാസ്സായിക്കൊണ്ട്. നമുക്കിപ്പോ നേരിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കാലത്ത് ഗൂഗിളിനെ ഇവിടുന്ന് പുറത്താക്കണം എന്ന് വിചാരിച്ചോ, ഗൂഗിളിനെ ഇവിടുന്ന് പുറത്താക്കണം, അത് നമ്മൾ ടിക്ടോക്ക് നിരോധിച്ച പോലെ എളുപ്പമായിരിക്കുമോ? അല്ലേ. നമ്മൾ ആദ്യം തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വേണം സ്റ്റാർട്ട് ചെയ്യാൻ. ചെറിയ ചെറിയ റീഫോംസ് അല്ലെങ്കിൽ റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം മാത്രമേ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റൂ, പൂർണ്ണമായിട്ടും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഗൂഗിളിനെ എലിമിനേറ്റ് ചെയ്യേണ്ട കാര്യം പറയാം കേട്ടോ. അതുപോലെ ആയിരുന്നു ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ എന്ത് ചെയ്യണമായിരുന്നു, റെഗുലേറ്റ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ അവരെ പുറത്താക്കണമായിരുന്നു. അപ്പൊ അവര് നേരിട്ട് ചെയ്യാൻ പറ്റില്ല അല്ലെ, കാരണം ഇത് ചെയ്യുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ബ്രിട്ടീഷ് പാർലമെന്റിന് എത്രത്തോളം പ്രഷർ. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് ഒരുപാട് എന്താ പറയണ്ടേ, യെസ്, ലോർഡ്സ് അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ഒരു ഇതാണ് അല്ലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത്. മെർച്ചന്റ്സിന്റെ അല്ലെങ്കിൽ ട്രേഡേഴ്സിന്റെ ഒരു കമ്പനിയാണ്. അപ്പൊ അവർക്ക് എന്തായാലും ഇതിന്റെ അകത്ത് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും അല്ലെ, ബ്രിട്ടീഷ് ഗവൺമെന്റിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ലേ?
അംബാനിക്ക് ഇപ്പൊ ഇന്ത്യൻ ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ പറ്റില്ലേ? അല്ലാതെ ആരെങ്കിലും ഇവിടുന്ന് വിശ്വസിക്കുന്നുണ്ടോ? അംബാനിക്കും അദാനിക്കും ഇല്ലേ? വളരെ കൂളായിട്ട് പറ്റും അല്ലെ? അപ്പൊ അതുപോലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടെ ഇവർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിനെ സ്വാധീനിക്കാൻ എളുപ്പമാണ്. അപ്പൊ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഡയറക്റ്റ് നമ്മളിപ്പോ ടിക്ടോക്ക് നിരോധിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതിനാര് വേണം? ബ്രിട്ടീഷ് ക്രൗണിന് പറ്റും അല്ലെ? ബ്രിട്ടീഷ് ക്രൗണിന് പറ്റും, ബ്രിട്ടീഷിലെ രാജ്ഞിക്ക് പറ്റും. അവിടെ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതറിയാലോ എല്ലാവർക്കും. ബ്രിട്ടീഷ് ക്രൗൺ നമ്മൾ ഒരു ജെയിംസ് ബോണ്ട് സിനിമയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അല്ലെ? അവിടുത്തെ ക്വീനിന്റെ ഒരു പവർ മനസ്സിലാവും അല്ലെ? എല്ലാ കാര്യത്തിലും ക്വീൻ അല്ലെ? ഞാൻ ബ്രിട്ടീഷ് ക്രൗൺ യൂസ് ചെയ്യാൻ കാരണം എന്താ പറയാ, ഇത് തന്നെ കേട്ടോ. ഞാൻ ആ പാലസിന്റെ ഇത് തന്നെയാ പറഞ്ഞത്, രാജകുടുംബത്തിന്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്, ഈ ബ്രിട്ടീഷ് ക്രൗൺ ഉദ്ദേശിച്ചത്. അപ്പൊ ബ്രിട്ടീഷ് ക്രൗണിന് ഇത് നേരിട്ട് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. പക്ഷെ ബ്രിട്ടീഷ് ക്രൗണിന് കുറച്ച് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യമാണ്. അപ്പോൾ അവസാനമായിട്ട് നേരിട്ട് ബ്രിട്ടീഷ് ക്രൗണിന്റെ നേതൃത്വത്തിലാണ് അവസാനത്തെ ആക്ട് ഈ കമ്പനിയെ പുറത്താക്കാൻ വേണ്ടി നടത്തുന്നത്. അതാണ് ഏത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 18 എപ്പോഴായിരുന്നു? 58-ലാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മുഴുവൻ അധികാരങ്ങൾ പോകുന്നത് ഈ ഒരു ആക്ട് വഴിയാണ്. ഓക്കെ, ഇത് ഡയറക്റ്റ് ക്വീനിന്റെ അണ്ടറിൽ നടന്ന ഒരു, ക്വീനിന്റെ സൂപ്പർവിഷനിൽ നടന്ന ഒരു കാര്യമായിരുന്നു ഈ ഒരു ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു മനസ്സിലായില്ലേ? എന്താ സംഭവം എന്താന്ന് മനസ്സിലായില്ലേ? കഥ മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ആരുമില്ലേ? ഉണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പൊ പറഞ്ഞേ, റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നത്? നമ്മളിപ്പോ പറയുകയാണെങ്കിൽ CAA പാസ്സാക്കി. യെസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഗവർണർ ഓഫ് ബംഗാൾ ആണ് അല്ലെ? ഗവർണർ ഓഫ് ബംഗാൾ എന്തായി മാറി? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറി. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിട്ട് മാറി അല്ലെ? ആരായിരുന്നു ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, അല്ലെങ്കിൽ ലാസ്റ്റ് ഗവർണർ ഓഫ് ബംഗാൾ ആരായിരുന്നു? ഹേസ്റ്റിങ്സ് ആണ് അല്ലെ? ഹേസ്റ്റിങ്സ് ആണ്, വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി എന്താ വേറൊരു കാര്യം? എന്താ? ഒരു സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു അല്ലെ? സുപ്രീം കോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. എവിടെയായിരുന്നു അത്? 1774-ലാണ് കൽക്കട്ടയിലാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. കൽക്കട്ട. അതിന്റെ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സുപ്രീം കോർട്ട് ഓഫ് കൽക്കട്ടയുടെ ഫസ്റ്റത്തെ ചീഫ് ജസ്റ്റിസ് എലീസ ഇംപെ അല്ലെ? എലീസ ഇംപെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ടത്, ഗവർണർ ഓഫ് ബംഗാളിൽ നിന്ന് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായി മാറിയെങ്കിലും ഇയാൾ ഭരിക്കുന്നത് എവിടെയാണ്? ഇനി ബംഗാൾ മാത്രമല്ല അല്ലെ? ബംഗാൾ മാത്രമല്ല, 3 പ്രസിഡൻസീസിനെയും കൺട്രോൾ ചെയ്യേണ്ടതിന് ആരാണ്? ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആണ്. ഏതൊക്കെയാണ് 3 പ്രസിഡൻസീസ്? കൽക്കട്ട, ബോംബെ, മദ്രാസ്. ഓക്കെ, കൽക്കട്ട, മദ്രാസ്, ബോംബെ. ഇതിന് ശേഷം വന്ന എന്താണ്? ഇതിൽ ചെറിയ ഡിഫക്ട്സ് ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് ശേഷമാണ് ആ ഒരു ഡിഫക്ട്സിനൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട് വരുന്നത്. പിറ്റ്സ് ഇന്ത്യ ആക്ട് എപ്പോഴായിരുന്നു അത്? പിറ്റ്സ് ഇന്ത്യ ആക്ട് 1784-ലാണ്. പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൊല്ലം കൂടി കൂട്ടി പഠിക്കണം. പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784 അല്ലെ? ഇതിൽ എന്തൊക്കെയായിരുന്നു? ഒന്ന്, റെഗുലേറ്റിംഗ് ആക്ടിലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. പിന്നെ എന്ത് ചെയ്തു? കമ്പനിയുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ തുടങ്ങി അല്ലെ? കമ്പനിയുടെ കാര്യങ്ങളിലേക്ക് ഇടപെടാൻ വേണ്ടി തുടങ്ങി. അപ്പൊ കമ്പനി എന്ത് ചെയ്തു? ഒരു 6 മെമ്പർ ബോർഡ് ഓഫ് കൺട്രോളേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. 6 മെമ്പർ ബോർഡ് ഓഫ് കൺട്രോളേഴ്സിനെ അപ്പോയിന്റ് ചെയ്തു. അപ്പൊ ഇതിന് ഹെഡായിട്ട് ആരെയാണ് വെച്ചത്? ഹെഡായിട്ട് എന്തിനാ വെക്കുന്നത്?
ഇവിടെ ഒരു മിനിസ്റ്റർ വെക്കണം അല്ലെ. ബ്രിട്ടീഷ് പാർലമെന്റിൽ നിന്ന് ഒരു മിനിസ്റ്റർ തന്നെ വെച്ചു. എന്നാൽ മാത്രമല്ല ഇവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ. ഇതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് പാർലമെന്റിലുള്ള ഒരു മിനിസ്റ്റർ ആയിരിക്കും. ഓക്കെ. അപ്പൊ പിന്നെ ചെയ്ത എന്താണ്, ഇതിൽ കമ്പനിയുടെ അണ്ടറിലുള്ള ടെറിട്ടറീസ്, കമ്പനിയുടെ അണ്ടറിലുള്ള ടെറിട്ടറീസിന് എന്ത് വിളിക്കാൻ തുടങ്ങി, ഇനി അത് നോ ലോങ്ങർ കമ്പനീസ് ടെറിട്ടറീസ് അല്ലെ. ഈസ് നോ ലോങ്ങർ കമ്പനീസ് ടെറിട്ടറീസ്. പിന്നെന്താണത്, ഇത് ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ ആണ്. അല്ലെ, ബ്രിട്ടീഷ് പൊസഷൻ ഇൻ ഇന്ത്യ. പിന്നെന്ത് കിട്ടി, ബ്രിട്ടീഷ് പാർലമെന്റിന് ഇതിന്റെ കമ്പനിയുടെ അഫയേഴ്സിലും പിന്നെ അതിന്റെ അഡ്മിനിസ്ട്രേഷനിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോളും കിട്ടി. കംപ്ലീറ്റ് കൺട്രോൾ. ഇത് മനസ്സിലായല്ലോ? ഇതാർക്കും മനസ്സിലാവാതില്ലല്ലോ? ഓക്കെ അല്ലേ? എന്തൊക്കെയാണ് സംഭവങ്ങൾ നടന്നു വരുന്നത്? യെസ്. അടുത്തത് ഏതാ? പിന്നെ രണ്ട് ചെറിയ ചെറിയ ചാപ്റ്റർ ഉണ്ട്. അത് നമ്മളിപ്പോ നോക്കുന്നില്ല. അത് നമുക്ക് വലിയ ആവശ്യമില്ലാത്തതാണ്. ആവശ്യമില്ലാത്ത വെച്ചാൽ ഇൻ ദ സെൻസ് ഓഫ് അതിൽ കാര്യമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയൊന്നുമില്ല. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ചാർട്ടർ ആക്ട് ഓഫ് 1833. ചാർട്ടർ ആക്ട് ഓഫ് 1833. എന്തൊക്കെയായിരുന്നു ഇതിൽ മെയിൻ ആയിട്ട് നടന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിൽ കൊണ്ടുവന്ന മെയിൻ ആയിട്ടുള്ള റീഫോംസ് എന്തൊക്കെയായിരുന്നു? ഇതിലാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്തായിട്ട് മാറുന്നത്? ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത് ഇതിലാണ്, 1833 ഉള്ള ചാർട്ടർ ആക്ടിലാണ്. ഓക്കെ. അപ്പൊ ഇത് ശ്രദ്ധിക്കണേ. റെഗുലേറ്റിംഗ് ആക്ടിൽ എന്താണ് മാറിയത്, ഇറ്റ്സിൽ എന്തെങ്കിലും മാറിയിട്ടുണ്ടോ, ചാർട്ടർ ആക്ടിൽ എന്താണ് മാറിയത്, ഇതും ശ്രദ്ധിക്കണം. ഏതിലാണ് മാറുന്നത് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഈ ഒരു പോസ്റ്റിനാണ് ആരാണ് ഫസ്റ്റ്? ആരാണ് ഇതിൽ? ബെൻഡിക് അല്ലേ, വില്യം ബെൻഡിക്. വില്യം ബെൻഡിക് അല്ലേ ഫസ്റ്റ്? യെസ്, വില്യം ബെൻഡിക് ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വില്യം ബെൻഡിക് ആണ്. വില്യം ബെൻഡിക്. യെസ്. അപ്പൊ ഈ ഒരു പോസ്റ്റിന്, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റിന് രണ്ട് പവേഴ്സ് ആണ് കൊടുത്തത്. ഒന്ന് എക്സിക്യൂട്ടീവ് പവർ, ആൻഡ് ലെജിസ്ലേറ്റീവ് പവർ. ഇത് രണ്ടും എന്താ ഇത് രണ്ടും? എക്സിക്യൂട്ടീവ് പവറും ലെജിസ്ലേറ്റീവ് പവറും എന്താ എക്സിക്യൂഷനും ലെജിസ്ലേഷനും തമ്മിലുള്ള മാറ്റം? എന്താ എക്സിക്യൂഷനും ലെജിസ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ മേക്കിംഗ് ആണ് അല്ലെ. ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ മലയാളം എന്താണ്? നിയമ നിർമ്മാണ സഭ എന്നാണ് അല്ലെ. യെസ്. ലെജിസ്ലേറ്റീവ് അസംബ്ലി നമ്മുടെ കേരളത്തിലുള്ള തിരുവനന്തപുരത്തുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് എന്താണ്? നിയമനിർമ്മാണ സഭ. എല്ലായിടത്തും ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്ന് പറയുന്നത് നിയമനിർമ്മാണ സഭയാണ്. യെസ്. എക്സിക്യൂഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് പവർ എന്ന് പറയുന്നത് ഇതുപോലുള്ള ലോസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ലോസ് എക്സിക്യൂട്ട് ചെയ്യാന്നില്ലാണ്, അല്ലെങ്കിൽ എനാക്ട് ചെയ്യുക. ഇത് മര്യാദക്ക് നടക്കുന്നുണ്ടോ നോക്കുക അല്ലെ. അഡ്മിനിസ്ട്രേഷൻ അല്ലേ, നടപ്പിലാക്കൽ അല്ലെ, നടപ്പിലാക്കൽ. ഇതാണ്ട് മനസ്സിലായല്ലോ? ഈ വേർഡ്സ് ഒക്കെ എന്താണെന്ന് മനസ്സിലാവുന്നില്ലേ? ഇല്ലേ? യെസ്.
Yes, അപ്പൊ ഇതാ ഏതിൻ്റെതാണ് ഇവർ ഏതിന്റെ ഈ രണ്ട് പവറും കിട്ടിയിരിക്കുന്നത് ഏതിന്റെ ബിഹാഫിലാണ്? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഇതിലാട്ടോ. ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ന നിലയിലാണ് ഈ രണ്ട് അധികാരവും കിട്ടിയത്. ഓക്കെ, കമ്പനിയുടെ പ്രതിനിധികളായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യക്ക് ആ ഒരു പോസ്റ്റിന് ഈ രണ്ട് കാര്യങ്ങളും കിട്ടിയത്, എക്സിക്യൂട്ടീവ് പവർ ആൻഡ് ലെജിസ്ലേറ്റീവ് പവർ. ഓക്കെ, ഇനി ഈ ഒരു നിയമത്തിന് ശേഷമാണ്, ഈ ഒരു ആക്ടിന് ശേഷമാണ് സ്ലേവറി ഇന്ത്യയിൽ നിർത്തുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലേവറി സിസ്റ്റം ഇൻ ഇന്ത്യ അബോളിഷ് ചെയ്യുന്നത് ഈ ഒരു ആക്ടോട് കൂടിയാണ്, അല്ലെങ്കിൽ ഇല്ലീഗൽ ആവുന്നത്, സ്ലേവറി സിസ്റ്റം ഇല്ലീഗൽ ആവുന്നത് ഈ ഒരു ആക്ട് വഴിയാണ്. ഈ ഒരു 1833 ഇങ്ങനെ ഒരു ആക്ട് വരുന്നതെങ്കിലും, സ്ലേവറി സിസ്റ്റം ഇല്ലീഗൽ ആക്കുന്നത് ഈ ഒരു ആക്ട് വഴിയാണെങ്കിലും ഇത് കൂടുതൽ നടപ്പിലാക്കുന്നത് 1844 ഓക്കെ, ഇത് വേണ്ട. സ്ലേവറി സിസ്റ്റം ഇല്ലീഗൽ ആക്കുന്നത് എപ്പോഴാണ്? ഈ ഒരു ചാർട്ടർ ആക്ട് ഓഫ് 1833 വഴിയാണ്. മറ്റേ ഞാൻ നോക്കട്ടെ, ഞാൻ ഇത് പറയാം, ഇപ്പൊ നോക്കണ്ട, വായില്ല. ഓക്കെ, ഓക്കെ. സ്ലേവറി സിസ്റ്റം, ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒന്ന് ആലോചിക്കണം. സ്ലേവറി സിസ്റ്റം ഇന്ത്യയിൽ ഇല്ലീഗൽ ആക്കുന്നത് ഏത് ആക്ട് വഴിയാണ്? പുറത്തോക്കൂലെ, സ്ലേവറി സിസ്റ്റം ഇല്ലീഗൽ ആവുന്നത് ഏത് ആക്ട് വഴിയാണ്? ചാർട്ടർ ആക്ട് 1833. വേറെ രണ്ട് ചാർട്ടർ ആക്ടും കൂടി ഉണ്ട്, നമ്മൾ അതൊന്നും നോക്കിയിട്ടില്ല. 1833 ഈ ഒരു ഇയർ പഠിക്കേണ്ടത്, ഞാൻ പറയാം 1833. ഓക്കെ, ഇനി ഈ ഒരു ആക്ട് വഴിയാണ് എന്ത് ചെയ്തത്? നമ്മളിത് EIC-യും ബ്രിട്ടീഷ് ഗവൺമെന്റും തമ്മിലുള്ള ഒരു യുദ്ധമാണ് അല്ലെ. ഈ ഒരു ആക്ടുകളൊക്കെ നമ്മൾ ഈ കാണുന്നതൊക്കെ അതല്ലേ. എങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെന്റ് EIC എന്താണെന്ന് അറിയാലോ? ഷോർട്ട് ഫോം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. അപ്പൊ EIC ഇവരെന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനി. അപ്പൊ EIC ഇവർ എങ്ങനെയാണ് വിഴുങ്ങുന്നത് എന്നുള്ളതാണ് ഈ ഒരു ആക്ട് വഴി നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇതിൽ എന്ത് ചെയ്തു? ഇവർ EIC-യുടെ കൊമേഴ്ഷ്യൽ ബോഡി എന്നുള്ള ആ ഒരു പദവി എടുത്തു കളഞ്ഞു. ഓക്കെ, കൊമേഴ്ഷ്യൽ ബോഡി എന്നുള്ള ഇവരുടെ വർക്കിംഗ് എന്ത് ചെയ്തു? ഈ ഒരു ആക്ട് വഴി എടുത്തു കളഞ്ഞു. പിന്നെ എന്തായി മാറി? ഇവർ ജസ്റ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാത്രമായിട്ട് മാറി. അതായത് ദേ ആർ നോ ലോങ്ങർ എന്തായി ഇവർക്ക് നമ്മളെ ലൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്, ഈ കമ്പനിയുടെ ആൾക്കാർക്ക് ലൂട്ട് ചെയ്ത് പോകാനുള്ള ഒരു അവസരമൊക്കെ കുറഞ്ഞു. മറിച്ചത് എന്തായി? നേരിട്ട് ബ്രിട്ടീഷുകാർ തന്നെ നമ്മളെ ലൂട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ, ആ കാര്യങ്ങളൊക്കെ ഇവർക്ക് പരിചയമുണ്ടല്ലോ, EIC-യിലുള്ള ആൾക്കാർക്ക് പരിചയമുണ്ടല്ലോ. അത് നോക്കൽ മാത്രമായി ഇവരുടെ പണി. മനസ്സിലായില്ലേ? എരിതീയിൽ നിന്ന് വറചട്ടിയിലേക്ക് കേട്ടില്ലേ? യെസ്, ഈ കൊമേഴ്ഷ്യൽ ബോഡി എന്നുള്ള, നിങ്ങൾ അതാരും വിചാരിച്ചില്ലല്ലോ. കൊമേഴ്ഷ്യൽ ബോഡി എന്നുള്ള ഇവരുടെ പ്രധാന ജോലി എന്താണ്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മെയിൻ ജോലി എന്താണ്? ഇവിടെ നിന്നുള്ള സാധനങ്ങൾ, സുഗന്ധ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോക്കാണ് അല്ലെ. കുരുമുളക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുപോക്കാണ്. ഈ ഒരു കമ്പനിയുടെ മെയിൻ ലക്ഷ്യം തന്നെ, ഇവരൊരു കൊമേഴ്ഷ്യൽ ബോഡിയാണ്. അപ്പൊ അത് NDH എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നിന്നുള്ള സാധനങ്ങൾ കൊണ്ടുപോക്ക് നിലച്ചു എന്നാണോ? അല്ല, ഇത്രയും കാലം ഇത് കമ്പനിയുടെ ആൾക്കാരായിരുന്നു കൊണ്ടുപോയിട്ട് വിറ്റിരുന്നത്. ഇപ്പൊ എന്ത് ചെയ്തു? ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ ഇത് ചെയ്യാൻ വേണ്ടി തുടങ്ങി. യെസ്,
അതിനു വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി മാത്രമായിട്ട് എന്തായി ഈ EIC അവശേഷിച്ചു. ഇനി ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസാണ് ആദ്യമായിട്ട് എന്ത് വിളിച്ചു തുടങ്ങിയത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്. ആ ഓഫീസിനെയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ഇതിൽ വിളിക്കാൻ വേണ്ടി തുടങ്ങിയത്. അല്ലെങ്കിൽ അയാളുടെ ആ ഒരു ഓഫീസും അതിനു വേണ്ടിയിട്ടുള്ള കൗൺസിലിനൊക്കെ കൂടിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കാൻ വേണ്ടി തുടങ്ങിയത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള ടേമിൽ ഡിനോട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. ഓക്കെ, എന്നോട് പറയാം. ഇവിടെ ഈ ഗവർണർ ഉണ്ടല്ലോ, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഉണ്ടല്ലോ, ഇയാളുടെ ഓഫീസും അതിന് വേണ്ടിയിട്ടില്ല, ഇയാളെ അസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കൗൺസിലൊക്കെ ഉണ്ടാവും അല്ലെ, കൗൺസിൽ ഉണ്ടാവും. അപ്പൊ അതിന് മൊത്തത്തിലാണ് നമ്മൾ ആദ്യമായിട്ട് എന്ത് വിളിക്കാൻ വേണ്ടി തുടങ്ങിയത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. നമ്മളിപ്പോഴും ഉണ്ടല്ലേ, നമ്മളിപ്പം ഒരു പ്രൈം മിനിസ്റ്റർക്ക് താഴെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അപ്പൊ അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഇപ്പൊ SSC ആണോ CSS എഴുതി കിട്ടിയ ആൾക്കാരുടെ ഒക്കെ ID കാർഡിലും ബോർഡിലൊക്കെ ഉണ്ടാവും അല്ലെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാവും അല്ലെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഉണ്ടാവില്ലേ? ഇതിന്റെ മീനിങ് എന്താ? നമ്മൾ നിലവിൽ ഭരിക്കുന്ന ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് അല്ലെ, നിലവിൽ ഭരിക്കുന്നതല്ല, ഇന്ത്യ എന്നുള്ള ഒരു രാജ്യത്തിന്റെ ഗവൺമെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സ് ആണെന്നുള്ള മീനിങ് ആണത്. അപ്പൊ അങ്ങനെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ആ ഒരു ഓഫീസിനെയും അയാളുടെ കൗൺസിലിനെയൊക്കെ വിളിക്കുന്നതാണ്, ആദ്യമായിട്ട് വിളിച്ചു തുടങ്ങിയതാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആദ്യം വിളിച്ചു തുടങ്ങിയത് ഈ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യയുടെ ഓഫീസിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ചാർട്ടർ ആക്ട് ഓഫ് 1853. 33 ആണ് കഴിഞ്ഞത്. നെക്സ്റ്റ് വൺ 33. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നത് ഒന്ന്, ലെജിസ്ലേറ്റീവിനെയും എക്സിക്യൂട്ടീവിനെയും സെപ്പറേറ്റ് ചെയ്തു. ലെജിസ്ലേറ്റീവ് ആൻഡ് എക്സിക്യൂട്ടീവ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റ്സിനെയും അല്ലെങ്കിൽ ഈ രണ്ട് പവേഴ്സിനെ എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ എവിടെയോ ഒന്ന് വായിച്ചിട്ടുണ്ടല്ലേ, ഏതിലായിരുന്നു? എല്ലാ കാര്യവും, അതായത് അഡ്മിനിസ്ട്രേഷനും പിന്നെ ഇതിന്റെ ലോ ആൻഡ് ഓർഡർ ഒക്കെ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അത് സെപ്പറേറ്റ് ചെയ്തിട്ടില്ലേ മിഡീവൽ ഇന്ത്യയിലെ ഒരു പീരീഡിൽ? അത് നിങ്ങൾ ഓർക്കുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? ഒരു പീരീഡ് എത്തിയപ്പോ നമ്മൾ എന്ത് ചെയ്തു? അഡ്മിനിസ്ട്രേഷനും ലോ ആൻഡ് ഓർഡറും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മിഡീവൽ ഇന്ത്യയിൽ. ഓർക്കുന്നുണ്ടോ? അപ്പൊ അതുപോലെ തന്നെ ഒരു റിഫോം ആണ്. ലെജിസ്ലേറ്റീവിനെയും എക്സിക്യൂട്ടീവിനും എന്ത് ചെയ്തു? സെപ്പറേറ്റ് ചെയ്തു. ഇപ്പോഴെങ്ങനെയാണ്? ഇപ്പോൾ ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ഒന്നിച്ചാണോ ഉള്ളത്? ഒന്നിച്ചാണോ പോകുന്നത്? ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊക്കെ ഒന്നിച്ചാണോ? ഇപ്പോഴെങ്ങനെയുള്ളത് പറഞ്ഞേ, ഇപ്പോഴെന്താ നടക്കുന്നതെന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് അത്രത്തോളം കാര്യം അറിയാൻ നോക്കട്ടെ. ഇപ്പോഴെങ്ങനെയാ കാര്യങ്ങൾ നടക്കുന്നത്? ഹൈക്കോർട്ട് ആൻഡ് പാർലമെന്റ് എന്ന് പറയുന്നത് അത് എന്താണ്? ലെജിസ്ലേഷനും ജുഡീഷ്യറിയാണ് അല്ലെ? അതല്ല ഞാൻ ചോദിച്ചത്. ലെജിസ്ലേറ്റീവും എക്സിക്യൂട്ടീവും ഞാൻ അതല്ല ചോദിച്ചത്. ഇതിന്റെയൊക്കെ ഹെഡ് ആരാണ്? IAS ആണല്ലേ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ളത് അല്ലെ? IAS അല്ലേ അഡ്മിനിസ്ട്രേഷന്റെ ഹെഡ് എന്ന് പറയുന്നത്? എന്താണ്? IAS എഴുതി കിട്ടുന്ന ആൾക്കാരായിരിക്കും അല്ലെ? ഇന്ത്യൻ IASന്റെ ഫുൾ ഫോം എന്താ?
സിവിൽ സർവീസ് അല്ലെങ്കിൽ IAS ഫുൾ ഫോം എന്താണ്? അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് അല്ലെ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആണ് IAS. ലെജിസ്ലേറ്റീവ് എന്ന് പറയുന്നത് ആരാണ്? നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ആൾക്കാരാണ് അല്ലെ ലെജിസ്ലേറ്റീവ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ് ലെജിസ്ലേറ്റീവിൽ ഉണ്ടാവുക. അപ്പൊ ഇതിന്റെ ഒരു രണ്ട് ഘടന നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെയാണ് ലെജിസ്ലേറ്റീവും എങ്ങനെയാണ് എക്സിക്യൂട്ടീവും പോകുന്നത് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പൊ ഇത് സെപ്പറേറ്റ് ചെയ്തു. ചാർട്ടർ ആക്ട് ഓഫ് 1853 ഈ ഗവർണർ ജനറലിന്റെ കൗൺസിലിൽ നിന്ന് ഈ ഒരു കാര്യം സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ കൗൺസിൽ എന്ന് പറയുന്നത് ഈ ഗവർണർ ജനറലിനെ അസിസ്റ്റ് ചെയ്യാൻ ഉണ്ടാക്കിയ ഒരു ബോഡിയാട്ടോ ഈ കൗൺസിൽ എന്ന് പറയുന്നത്. അതിന്റെ അകത്ത് ഇത് സെപ്പറേറ്റ് ചെയ്തു. ഇനി ഇത്രയും കാലം സെപ്പറേറ്റ് ആയിട്ട് ബംഗാളിന് ഒരു ഇതുണ്ടായിരുന്നില്ല. ആ ബംഗാളിന് വേണ്ടിയിട്ടുള്ള ഗവർണറെ അപ്പോയിന്റ് ചെയ്തു. ഗവർണർ ഓഫ് ബംഗാൾ അപ്പോയിന്റഡ്. ഇത് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണെന്ന്? ഓരോ സ്ഥലത്തും ഓരോ ഗവർണേഴ്സിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഈ ബംഗാളിൽ തന്നെ ഭരിക്കുന്നത് കൊണ്ട് എന്ത് ചെയ്തിരുന്നില്ല, അവിടെ പ്രത്യേകിച്ച് ഒരാളുണ്ടായിരുന്നില്ല. അതായത് ഇപ്പോ നരേന്ദ്രമോദിയാണ് ഡൽഹി ഭരിക്കുന്നത് അല്ലെ. നമ്മുടെ എന്താണ് പാർലമെന്റ് എവിടെയാണുള്ളത്? ഡൽഹിയിലാണല്ലേ ഉള്ളത് അല്ലെ. ഡൽഹിയിലല്ലേ ഇരിക്കുന്നത്. എന്നാലോചിക്കേ, ആ ഡൽഹിയിൽ തന്നെ ഡൽഹി ഭരിക്കുന്നത് അയാൾ തന്നെയാണെന്നുള്ള കാര്യം ഒന്ന് ആലോചിക്കേ. അതിന് കുറച്ചൊരു ഓർഡർ ഉണ്ടാവില്ല അല്ലെ. മനസ്സിലായില്ലേ? ഡൽഹി ഇപ്പോഴും വേറെ ആളല്ലേ ഭരിക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് മനസ്സിലായോ അതിന്റെ? ഡൽഹി ഇപ്പോ ഒരാളാണ് ഭരിക്കുന്നത്, നരേന്ദ്രമോദിയാണ് ഇപ്പൊ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. പാർലമെന്റിലാണ് അദ്ദേഹം ഉണ്ടാവുമെന്ന് വിചാരിച്ചോ. പക്ഷെ ആ സ്ഥലം വേറൊരു പാർട്ടിയാണ് ഭരിക്കുന്നത്. അതിനും മാറിയിട്ടുണ്ട്. ശരിയാണ്, അതിന്റെയും മാറിയിട്ടുണ്ട്. അതിൻ്റെതും ഇപ്പൊ ഒഫീഷ്യലായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കുന്നത് ലഫ്റ്റനന്റ് ഗവർണറാണ്. അല്ലെങ്കിൽ എന്താണ് കേന്ദ്രം അപ്പോയിന്റ് ചെയ്യണം. കേന്ദ്രഭരണ പ്രദേശമാണ്. അപ്പൊ കേന്ദ്രം അപ്പോയിന്റ് ചെയ്യുന്ന ഒരാളാണെന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ശരിയാണ്. അത് നിങ്ങൾ അറിഞ്ഞില്ലേ? അതറിഞ്ഞായിരുന്നോ? ഇപ്പൊ എന്ത് ചെയ്തു? ഗവർണർ ഓഫ് ബംഗാളിലുള്ള ഡൽഹി അഡ്മിനിസ്ട്രേഷൻ ഒക്കെ സെൻട്രൽ ഗവൺമെന്റ് ഡൽഹി പോലീസ്. അതെടാ, അത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഡൽഹി പോലീസ് ആരുടെ കീഴില? ഡൽഹി പോലീസിന്റെ കോൺസ്റ്റബിൾ ആണെങ്കിൽ SSC GD കോൺസ്റ്റബിൾ എക്സാം ഉണ്ട് അല്ലെ. SSC GD കോൺസ്റ്റബിൾ എക്സാം ഉണ്ട്. ഈ എക്സാം എഴുതി കയറുന്നവരുടെ മെയിൻ പോസ്റ്റ് ആണ് ഡൽഹി പോലീസ് എന്ന് പറയുന്നത്. കാരണം ഡൽഹിയിലാണ് ഒരുപാട് പേര് SSCക്ക് പഠിക്കുന്നത്. അപ്പോൾ അവരൊക്കെ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഡൽഹി പോലീസിന്റെ ഈ ഒരു GD കോൺസ്റ്റബിൾ ആയിരിക്കും. ഓക്കെ. അതുകൂടാതെ തന്നെ CPO എക്സാം ആണെങ്കിൽ നേരിട്ട് SI കിട്ടുന്ന എക്സാം ആണ്. അതിലും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു പോർഷൻ ഉള്ളത് ഡൽഹി പോലീസ് SIക്ക് വേണ്ടിയിട്ടാണ്. ഡൽഹി പോലീസ് SIക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഇതെന്താണ്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ അല്ലെ. അതിൻ്റെ അന്ന് എടുക്കുന്ന അപ്പോ ഏതാണ്? ഡൽഹി പോലീസ് ഇതിന്റെ അണ്ടറിലാണ്, സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിലാണ്. യൂണിയൻ ടെറിട്ടറിയാണ്. പക്ഷെ എന്തൊരു മാറ്റമുണ്ട്, സ്വന്തമായിട്ട് എലക്ട് ചെയ്തെടുക്കുന്ന ഗവൺമെന്റ് ഉള്ള ഒരു UT ആണ്. പക്ഷെ ഇപ്പോ കഴിഞ്ഞ 2 മാസം മുന്നേ ആണ് അതും മാറി. അതെ, അസംബ്ലി ഒക്കെ ഉള്ള ചീഫ് മിനിസ്റ്റർ ഒക്കെ ഉള്ള
UT ആണ്. പക്ഷെ 2 മാസം ഇവർക്ക് കുറച്ചുകൂടെ അധികാരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? 2 മാസം മുന്നേ ഒരു ആക്ട് കൂടി വന്നു. ഇനി മേജറായിട്ട് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ലഫ്റ്റനന്റ് ഗവർണറുടെ പേരിലായിരിക്കും. ഇത് എവിടുന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്? എവിടുന്നായിരുന്നു ഇത് പറഞ്ഞു തുടങ്ങിയത്? എവിടുന്നായിരുന്നു? സെപ്പറേറ്റ് ആയിട്ട് ഗവർണർ ഓഫ് ബംഗാൾ അപ്പോയിന്റ് ചെയ്തു അല്ലെ? സെപ്പറേറ്റ് ആയിട്ട് ഗവർണർ ഓഫ് ബംഗാൾ അപ്പോയിന്റ് ചെയ്തു. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സിവിൽ സർവൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ കോമ്പറ്റീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. സിവിൽ സർവൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ കോമ്പറ്റീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഒരു ആക്ടിലാണ്, ചാർട്ടർ ആക്ട് ഓഫ് 1853 ഓപ്പൺ റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ഓപ്പൺ കോമ്പറ്റീഷൻ. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, സിവിൽ സർവൻസിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ കോമ്പറ്റീഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇനി മെക്കാളെ കമ്മിറ്റി നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും. മെക്കാളെ കമ്മിറ്റിയാണ് സിവിൽ സർവീസിന് അതിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. കമ്മിറ്റി ഓൺ ഇന്ത്യൻ സിവിൽ സർവീസസ് ആണ്. ഇത് അപ്പോയിന്റ് ചെയ്തത് 1854 ഈ ഒരു ആക്ട് വഴി കിട്ടിയതാണ് മെക്കാളെ കമ്മിറ്റി. കമ്മിറ്റി ഓൺ ഇന്ത്യൻ സിവിൽ സർവീസസ്. എങ്ങനെയൊക്കെ ആയിരിക്കണം ഇന്ത്യയിൽ സിവിൽ സർവൻസിനെ എടുക്കേണ്ടത്, എന്തൊക്കെയായിരിക്കണം അതിന്റെ മാനദണ്ഡങ്ങൾ, ഏതൊക്കെയായിരിക്കണം സിലബസ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആദ്യമായിട്ട് തീരുമാനിച്ചത് ഈ ഒരു കമ്മിറ്റീന്റെ റിപ്പോർട്ട് വഴിയാണ്. കമ്മിറ്റി ഓൺ ഇന്ത്യൻ സിവിൽ സർവീസസ്, മെക്കാളെ കമ്മിറ്റി. അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കണം. മെക്കാളെ കമ്മിറ്റി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, എപ്പോഴാണ് വന്നത്, ഏത് ആക്ടിന്റെ ഭാഗമായിട്ടാണ് വന്നത്? മെക്കാളെ കമ്മിറ്റി എന്ന് പറഞ്ഞേ. മെക്കാളെ കമ്മിറ്റി Indian Civil Services 1854 അണ്ടർ ചാർട്ടർ ആക്ട് ഓഫ് 1853. ഒരുവിധം കാര്യങ്ങളൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ടോ? മൊത്തമായിട്ടൊന്നും വേണ്ട, എന്നാലും ഏകദേശം. ഞാൻ പറഞ്ഞ പോലെ ഇത് 20% കേട്ടോ. നമ്മളിപ്പോ പഠിക്കുന്ന മൊത്തം നമുക്ക് വേണ്ടിയുള്ള 20% ആണ് നമ്മളിപ്പോ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. 80% കാര്യങ്ങൾ നാളെ അടുത്ത ക്ലാസ്സിൽ തൊട്ട് തുടങ്ങാൻ പോണതുള്ളൂ. ഓക്കെ, ഇനി വന്ന അടുത്തത് 53 ആയല്ലേ? ചാർട്ടർ ആക്ട് ഓഫ് 1853 ആയി. അടുത്താണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. നിങ്ങൾക്ക് ഈ കൊല്ലം കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ, ഈ ഒരു വർഷം. നിങ്ങൾ കൊല്ലം എന്ന് പറയില്ലേ? നിങ്ങൾ കൊല്ലം എന്നുള്ള വേർഡ് യൂസ് ചെയ്യാറില്ലേ? കൊല്ലം അല്ലേ? ഓക്കെ, വർഷം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇത് എന്തിനു ശേഷം വന്നാണ് നമുക്കറിയാം അല്ലെ? 1857 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. അത് നമ്മുടെ വർഷനാണ്. ബ്രിട്ടീഷുകാരുടെ വർഷനായിട്ടുള്ള സിപ്പോയി മ്യൂട്ടിനി, ആംഡ് സിപ്പോയി മ്യൂട്ടിനി, സിപ്പായി ലഹള അല്ലെ? സിപ്പായി ലഹള നടന്നത്. ഓക്കെ, ബ്രിട്ടീഷുകാരുടെ വർഷം. അപ്പൊ ഇതിനു ശേഷമാണ് ഇതിനുശേഷം എന്ത് ചെയ്തു? ക്വീൻ നേരിട്ട് വന്നിട്ട് ഒരു ആക്ട് ആണെങ്കിൽ പാസ്സാക്കുകയാണ് ചെയ്യുന്നത്. ഇതുവഴി എന്ത് ചെയ്തു? കമ്പനിയുടെ എല്ലാ അധികാരങ്ങളും പോയി. എല്ലാ അധികാരങ്ങളും ആരുടെ അണ്ടറിലായി? നേരിട്ട് ക്രൗണിന്റെ, ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിലായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരുപാട് പേരുകളുണ്ട് ഇതിന്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വേറൊരു പേരാണ് ക്വീൻസ് പ്രൊക്ലമേഷൻ. ക്വീൻസ് പ്രൊക്ലമേഷൻ ഓൺ 1st November, അല്ലെങ്കിൽ ക്വീൻസ് പ്രൊക്ലമേഷൻ
ഇത് വന്നതാണ്, ഡേറ്റ് ആണ് 1 November 1858. പിന്നെ ഇതിനെ പറയുന്നത് വേറെ പേര് അറിയപ്പെടുന്നത് ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും അല്ലെ, ഇന്ത്യയിൽ ഒരു ബെറ്റർ ഗവൺമെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ട്. മറ്റൊന്നാണ് മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. മാഗ്ന കാർട്ട ഓഫ് ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇത്രയും പേരുകളിലാണ് ഈ ഒരു ഒറ്റ ആക്ട് അറിയപ്പെടുന്നത്. എന്തിനാണെന്ന് മനസ്സിലായല്ലോ. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നടന്നത്. അപ്പൊ അതിനുശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ രീതിയിലുള്ള അധികാരങ്ങളും അവസാനിപ്പിച്ച് മുഴുവൻ കാര്യങ്ങളും നേരിട്ട് ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിലാക്കാനാണ് ഇങ്ങനൊന്ന് ചെയ്തത്. അപ്പൊ എന്തായി, EICയുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അണ്ടറിലുള്ള എല്ലാ ടെറിട്ടറീസിന്റെയും അതിന്റെ അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന റവന്യൂസും ഒക്കെ ഏതിലേക്കായി, നേരെ ബ്രിട്ടീഷ് ക്രൗണിന്റെ അണ്ടറിലേക്ക് വരാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, ഇനി ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഒന്ന്, നമുക്കറിയാവുന്നത് പോലെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റ് ആയിരുന്നു അല്ലെ. ഇത് എന്തായിട്ടാ മാറിയത് നമുക്കറിയാലോ. എന്തായിട്ടാ മാറിയത്? വൈസ്രോയി ആണ് അല്ലെ. വൈസ്രോയി ആയിട്ടാണ് മാറുന്നത്. അപ്പൊ ആരായിരുന്നു ആദ്യത്തെ വൈസ്രോയ്? ലോർഡ് കാനിങ് ആണ് അല്ലെ. ലോർഡ് കാനിങ് ആണ് അവസാനത്തെ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ ആദ്യത്തെ വൈസ്രോയ് ലോർഡ് കാനിങ്. ഓക്കെ, ഇനി ഇത് പ്രകാരം, ഈ ഒരു ആക്ട് പ്രകാരം ഞാൻ പറഞ്ഞു ക്രൗണ് നേരിട്ട് പ്രൊക്ലെയിം ചെയ്ത ഒരു ആക്ട് ആണ് അല്ലെ. അപ്പൊ എന്ത് ചെയ്തു, ക്രൗണിന്റെ കാര്യങ്ങൾ ഇവിടെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയൊരു പോസ്റ്റ് സൃഷ്ടിച്ചു. ആ പോസ്റ്റിന്റെ പേരാണ് സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഫോർ ഇന്ത്യ. അപ്പൊ ഇയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 15 മെമ്പർ മിനിസ്റ്റേഴ്സിനെ കൂടെ അപ്പോയിന്റ് ചെയ്തു. 15 മെമ്പർ മിനിസ്റ്റർ, പാർലമെന്റ് എന്നുള്ള 15 മെമ്പർ മിനിസ്റ്റേഴ്സിനെ കൂടെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് ഫോർ ഇന്ത്യ, 15 മെമ്പർ മിനിസ്റ്റേഴ്സ്. ഒന്ന് ആലോചിക്കണേ, ഇയാളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 15 മെമ്പർ മിനിസ്റ്റേഴ്സിനെ കൂടെ കൊണ്ടുവന്നത്. യെസ്. പിന്നെ എന്ത് ചെയ്തു, രാജ്യം മൊത്തം പ്രൊവിൻസ് ഒക്കെ ആയിട്ട് മാറ്റി. നമ്മളിപ്പോ പറയുന്ന പോലെ ഉത്തർപ്രദേശിന് എന്താണോ വിളിച്ചുകൊണ്ടിരുന്നത്, നോർത്ത് പ്രൊവിൻസ് എന്നാണ് അല്ലെ. അതറിയില്ലേ, ഉത്തർപ്രദേശിന്റെ പഴയ പേര് നോർത്ത് പ്രൊവിൻസ് എന്നല്ലേ. അങ്ങനെ പ്രൊവിൻസുകളാക്കി മാറ്റി. പിന്നെ എന്ത് ചെയ്തു, ഇപ്പൊ വൈസ്രോയ് എന്നൊരു പോസ്റ്റ് ഉണ്ട് അല്ലെ. അപ്പൊ അതിന് താഴെ വൈസ്രോയ് എന്ന് പറയുന്നത് ആക്ച്വലി ഇപ്പോഴത്തെ ഒരു പ്രസിഡന്റ് എന്നുള്ള രീതിയിലുള്ള പോസ്റ്റാണ് അല്ലെ. ഏകദേശം പ്രസിഡന്റ് എന്നുള്ള പോസ്റ്റാണ്. അത് കൂടാതെ എന്ത് ചെയ്തു, ഓരോ പ്രൊവിൻസിനും എന്ത് ചെയ്തു, ഓരോ ഗവർണേഴ്സിനെയും അയാൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിലിനൊക്കെ അപ്പോയിന്റ് ചെയ്തു. ഓക്കെ, ഓരോ പ്രൊവിൻസിനും ഓരോ ഗവർണർ, ആ ഗവർണർ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മെമ്പേഴ്സിനെ കൂടെ അപ്പോയിന്റ് ചെയ്തു. ഇത്രയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 വഴി വന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റീഫോംസ്, അല്ലെങ്കിൽ അവർ ഇംപ്ലിമെന്റ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു ഒന്ന് ആലോചിച്ച് നോക്കിയേ. വൈസ്രോയി ആണ്, വൈസ്രോയി തന്നെയാണ്. സെക്രട്ടറി എന്ന് പറയുന്നത് ജസ്റ്റ് എന്താ പറയാ, ആ ഒരു ബ്രിട്ടീഷ് ക്രൗണിന്റെ കാര്യങ്ങൾ ഇവിടത്തേക്ക് പാസ് ചെയ്യാനുള്ള ഒരാൾ മാത്രമാണ്. ഇപ്പോഴും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് പവർ ഒക്കെ ആർക്കായിരുന്നു, ഇവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് ആര് തന്നെയായിരുന്നു,
വൈസ്രോയി തന്നെയാണ്. യെസ്. ഇനിയുള്ളത് കുറച്ചുകൂടെ വലുതായിട്ടുള്ള രണ്ടെണ്ണമാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓരോ പ്രോവിൻസിനും വേണ്ടിയിട്ട് വൈസ്രോയി റിപ്പോർട്ട് ചെയ്യുന്നത് സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റിന് തന്നെയാണ്. ഞാൻ പറഞ്ഞത് ഇവിടുത്തെ കാര്യങ്ങൾ അതിപ്പോഴും എങ്ങനെയാണ് പറയാ, അബ്സല്യൂട്ട് പവർ ഇപ്പോഴും നമ്മുടെ പ്രസിഡന്റിനാണ് അല്ലെ ഇന്ത്യയിൽ. മനസ്സിലായോ റോബിൻ? അബ്സല്യൂട്ട് പവർ ഇപ്പോഴും പ്രസിഡന്റിനാണ് അല്ലെ. പക്ഷെ ആക്ച്വൽ പവർ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ ഇപ്പം തീരുമാനിക്കുന്ന ആരാണ്? പ്രൈം മിനിസ്റ്ററും ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും പിന്നെ പാർലമെന്റും തന്നെയല്ലേ. പ്രഥമ പൗരൻ പ്രധാനമന്ത്രി അല്ല, പ്രസിഡന്റ് ആണല്ലേ. അപ്പൊ രശ്മി, പ്രൊവിൻസുകൾക്ക് ഓരോ ഗവർണേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും, അത്രേ ഉള്ളൂ. പിന്നെ ഗവർണേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൗൺസിൽ ഓഫ് ആൾക്കാർ അല്ലെങ്കിൽ ഗവർണേഴ്സിന്റെ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ കൂടെ അപ്പോയിന്റ് ചെയ്യും. ബാക്കിയുള്ള 3-4 ആക്ട് കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. പിന്നെ ഇന്നുള്ള ഡൗട്ട്സ് ഒക്കെ ചോദിക്കാം, അല്ലെങ്കിൽ മിസ്സായതോ. ഡൗട്ട് ഇല്ലാത്തൊരു പൊക്കോ കേട്ടോ.